നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് വചനമായി ഞങ്ങളുടെ ഇടയിൽ ഒരു സമാഗമ കൂടാരമായി പാർത്തുവല്ലോ. അവിടുത്തെ തേജസ് ഞങ്ങൾ കാണട്ടെ. അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ ഇരിക്കട്ടെ. ഹൃദയം സത്യം നിറഞ്ഞ ആ പിതാവിന്റെ തേജസ് അത് പുത്രനിൽ സർവസമ്പൂർണ്ണമായിട്ട് വെളിപ്പെട്ടു. ആ യേശുവിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. യേശുവേ, അങ്ങയിൽ നിന്ന് തന്നെ പഠിക്കുവാൻ, അവിടുത്തെ ശബ്ദം തന്നെ കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം, സ്നേഹത്താൽ നിറയ്ക്കണം. അങ്ങിൽ നിന്ന് പഠിപ്പാൻ ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കുന്നു. അങ്ങേ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാട്ടിൽ തന്നെ. ആമേൻ. ആമേൻ. ഇന്ന് 3 രഹസ്യങ്ങൾ പറയാൻ പോവുകയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ 3 രഹസ്യങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിലെ 3 രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മള് സാഗ്ബറിനെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് നമുക്കറിയാം എന്തായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം. ക്രിസ്തീയ ജീവിതത്തിലെ ഒന്നാമത്തെ രഹസ്യം, ക്രിസ്തീയ ജീവിതത്തിന്റെ ഫസ്റ്റ് സീക്രട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിലെ ഒന്നാമത്തെ സീക്രട്ട് എന്താണ്? പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? ജോഹാൻ അറിയാവോ? ഒന്നാമത്തെ സീക്രട്ട്, ഫസ്റ്റ് സീക്രട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ഹ്യൂമിലിറ്റി, താഴ്മ. ഒന്നാമത്തെ സീക്രട്ട് ഏതാ? താഴ്മ. രണ്ടാമത്തെ സീക്രട്ട് എന്തുവാ? അതും താഴ്മ. അപ്പൊ പിന്നെ മൂന്നാമത്തെ സീക്രട്ട് പറയേണ്ട കാര്യമില്ല അല്ലേ? മൂന്നാമത്തെ സീക്രട്ടും താഴ്മ. അപ്പൊ താഴ്മ, താഴ്മ, അതിന് നേരെ വിപരീതമായിട്ടുള്ള നിഗളം. അതിനെക്കുറിച്ച് വചനത്തിലേക്ക് നോക്കുമ്പോൾ താഴ്മ പഠിപ്പാനായിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? കർത്താവിന്റെ അടുക്കിലേക്കല്ല നമുക്ക് എങ്ങോട്ടാ പോകാൻ ഒക്കുന്നേ? ഇതിൽ നിന്ന് താഴ്മ പഠിക്കുവാൻ കർത്താവ് പറയുന്ന ആ വാക്യം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. എത്ര പഠിച്ചാലും തീരാത്ത വാക്യം. നമ്മള് ചില പോർഷൻസ് ഒക്കെ ഇപ്പം ചില ലെസൺസ് ഒക്കെ കെമിസ്ട്രിയിലെ, ഫിസിക്സിലെ, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ്, അത് മാത്സ്, ചില കാര്യങ്ങൾ എത്ര പഠിച്ചാലും തീരത്തില്ല. ഓരോ പ്രാവശ്യം പഠിക്കുമ്പോൾ പുതിയതായിട്ട് പഠിക്കുകയാണെന്ന് തോന്നുന്നു. എന്ന് പറയുന്നത് പോലെ ചില ടഫ് പോർഷൻസ് ഒക്കെ നമ്മള് വളരെ ഡീപ്പ് കോൺസെപ്റ്റ്സ് ഒക്കെ ആണെങ്കിൽ എത്ര പഠിച്ചാലും വീണ്ടും വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠിപ്പിക്കാനായിട്ട്, അധ്യാപകനായിട്ട് കർത്താവ് ഏറ്റവും തയ്യാറായിട്ട് നിൽക്കുക. കർത്താവ് ഇവിടെ പറയുക, ഇതിൽ നിന്ന് പഠിക്കുവാനാ കർത്താവ് പറയുന്നേ. മത്തായി 11-ന്റെ-29-ാമത്തെ വാക്യം, ഞാന് സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയും ഉള്ളവനാകിയാൽ. ഹൃദയത്തിൽ എന്നുള്ളത് സത്യവേദ പുസ്തകത്തില് അത് വിട്ടുപോയിട്ടുള്ളതാ. കാർഡിയ എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. കാർഡിയോളജി എന്ന് പറഞ്ഞാല് ഹൃദയ വിഭാഗമാണ്, ഹൃദയ രോഗ വിഭാഗമാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം കാർഡിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക്. ഗ്രീക്കിലാണ് പുതിയ നിയമം ഒറിജിനലായിട്ട്. അതായത് മത്തായി, പൗലോസും ലൂക്കോസും എല്ലാം പുതിയ നിയമം ഏത് ഭാഷയിൽ ആദ്യം എഴുതിയത്? ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത്. പഴയ നിയമം നമ്മുടെ മോശയും സങ്കീർത്തനങ്ങൾ ദാവീദും അല്ലെങ്കിൽ യെശയ്യാവ്, അതെല്ലാം പഴയ നിയമമല്ല എഴുതിയത്, എബ്രായ ഭാഷയിലാണ്. അപ്പം ഗ്രീക്ക് ലാറ്റിൻ ഭാഷ വളരെ സിമിലർ ആണ്. ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ നിന്ന് പല മെഡിക്കൽ ടേംസ് ഒക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ഈ കാർഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൃദയം നമുക്കറിയാം. അപ്പൊ ഈ കാർഡിയ എന്നുള്ള വാക്ക് അത് സത്യവേദ പുസ്തകത്തിന്റെ പരിഭാഷയിൽ വിട്ടു പോയിട്ടുള്ളതാണ്. ഇങ്ങനെ ഐ എം ജെന്റിൽ ആൻഡ് ഹംബിൾ ഇൻ ഹാർട്ട്, ഞാൻ സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുക ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്, നിങ്ങളുടെ പ്രാണനെന്നാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട്, പ്രാണനുകൾക്ക് എന്നാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള പരിഭാഷ. നമ്മളുടെ ആത്മാവിലേക്ക് അസ്വസ്ഥത വന്ന് നിറയും. അത് നിറഞ്ഞു കവിഞ്ഞ് പ്രാണനിലും, അതായത് ദേഹിയുടെ തലത്തിലും, അതായത് നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും. നമ്മുടെ ദേഹി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? സോൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? അർപ്പിത, നമ്മളുടെ തോട്ട്സ്, ഇമോഷൻസ്, നമ്മളുടെ ചിന്തകളും, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ വികാരങ്ങള്, നമ്മളുടെ ഡിസിഷൻസ്, തീരുമാനങ്ങൾ, അതെല്ലാം അടങ്ങുന്ന നമ്മളുടെ സോൾ, നമ്മുടെ ദേഹി. അവിടെയും കർത്താവിന്റെ സ്വസ്ഥത നമുക്ക് അനുഭവിക്കാനൊക്കും. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? കർത്താവിൽ നിന്ന് പഠിക്കുവാൻ, കർത്താവിന്റെ ഒരു താഴ്മ.
കർത്താവിന്റെ താഴ്മ, ആ താഴ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സൗമ്യത. നമ്മള് യഥാർത്ഥത്തില് കർത്താവിൽ നിന്ന് നമ്മൾ താഴ്മ പഠിച്ചിട്ടുണ്ടോ? അത് ക്രിസ്തീയ ജീവിതത്തിന്റെ സീക്രട്ട് ആണെന്ന് അതൊരു ആലങ്കാരിക ഭാഷയിൽ ആരോ ഒക്കെയോ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ യഥാർത്ഥത്തില് അതൊക്കെ എത്ര കേട്ട് പഴകിയിരിക്കുന്നു, അതൊക്കെ ഇപ്പൊ എത്ര പറയാനുള്ളേ എന്നുള്ളൊരു ഭാവമാണോ? അതോ യഥാർത്ഥത്തിൽ കർത്താവെ എനിക്ക് വേണ്ടത്ര ആ ഒരു താഴ്മ ഇല്ലാത്തതാണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു, നിഗളികളെ കർത്താവ് എതിർത്ത് നിൽക്കുന്നു. അതെ, എവിടേക്കാ പറഞ്ഞിട്ടുള്ളേ? ഒന്ന് നമ്മളത് ശരിക്കും അത് സദൃശവാക്യത്തിൽ ആദ്യം പറയുന്നേ, അത് 3 തവണ ദൈവവചനത്തിൽ പറയുന്നുണ്ട്. സദൃശവാക്യം 3-ൽ നിന്ന് അത് കോട്ട് ചെയ്തേക്കുവാണ് പത്രോസും യാക്കോബും. നമ്മള് ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ സദൃശവാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അവിടെ സദൃശവാക്യം 3-ാം അധ്യായത്തില് അതിന്റെ 34-ാമത്തെ വാക്യം, പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. ആ വാക്യമാണ് പത്രോസ് അത് കോട്ട് ചെയ്യുമ്പോൾ 1 പത്രോസ്, ഇപ്പം നമ്മൾ സദൃശവാക്യം 3:34 വായിച്ചു. 1 പത്രോസ് അപ്പോസ്തലൻ അവിടെ 5-ാം അധ്യായത്തിലെ പത്രോസിന്റെ 1-ാമത്തെ ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, അവിടെ നമ്മൾ എന്താ വായിക്കുന്നേ? അതിന്റെ ഔവണ്ണം ഇടവരെയും മൂപ്പന്മാർക്ക് കീഴടങ്ങിയും എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. താഴ്മ ഒരു വസ്ത്രമായിട്ട് ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം യേശു തന്നിൽ നിന്ന് താഴ്മയും സൗമ്യതയും താഴ്മയും എന്ന കർത്താവ് അവിടെ പറയുന്നേ. ആദ്യം നമ്മൾ ഒരാളെ കാണുമ്പം ആദ്യം അവരുടെ സൗമ്യതയായിരിക്കും നമ്മളെ ടച്ച് ചെയ്യുന്നത്, സ്പർശിക്കുന്നത്. അപ്പോ കുറച്ചുകൂടെ അടുത്തിടപെടുമ്പോൾ ആ സൗമ്യത ഏതിൽ നിന്ന് വന്നതാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് താഴ്മയിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതാ കർത്താവ് ഒരു അധ്യാപകൻ എന്നവണ്ണം ഇതിൽ നിന്ന് പഠിക്കുവാൻ പറയുക. അപ്പൊ നമ്മളെ പഠിപ്പിച്ചൊരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക, അപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ താഴ്മ, ആദ്യം അവരുടെ സൗമ്യതയായിരിക്കും, അവരുടെ സൗമ്യമായ പെരുമാറ്റമായിരിക്കും നമ്മളെ സ്പർശിക്കുന്നത്. പിന്നീട് അത് ആ താഴ്മയിൽ നിന്നാണ് ആ സൗമ്യത ഉരുത്തിരിഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാവും. അത് കർത്താവ് പഠിക്കാൻ പറയുമ്പോൾ ആദ്യം സൗമ്യതയും പിന്നെ ഹൃദയത്തിൽ താഴ്മ ഉള്ളത് കൊണ്ടാണ് അത് പരിശുദ്ധാത്മാവിന്റെ നിറവായിട്ട് സൗമ്യത അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സൗമ്യത. നമുക്കറിയാം, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ. സൗമ്യത, ഇന്ദ്രിയജയം എന്നാണ് ഗലാത്യർ 5:22-23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 1 പത്രോസ് 5:5 താഴ്മ ധരിക്കാനായിട്ട് പറയുക. ആ താഴ്മ ധരിക്കുമ്പോൾ പുറമേ അതൊരു സൗമ്യതയായിട്ട് വെളിപ്പെടും. അവിടെ ആ താഴ്മ ധരിക്കാൻ പറയുമ്പം ആ ധരിക്കുക എന്നുള്ള വാക്ക് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അത് ഈ അടിമദാസന്മാര് ധരിക്കുന്ന ഒരു വേഷത്തെ കുറിക്കുന്ന ഒരു വാക്കാണ്. അവിടെ ധരിക്കുവിൻ എന്നുള്ളൊരു വാക്ക് അവിടെ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന് എഴുതിയിട്ടുള്ളത്. സാധാരണ എൻഡിയോ എന്നുള്ളൊരു വാക്കാണ് വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച്. നിങ്ങളെ എത്ര അധികം വസ്ത്രം ധരിപ്പിക്കും, എത്ര അധികം നിങ്ങളെ ഉടുപ്പിക്കും എന്നൊക്കെ കർത്താവ് മത്തായി 6 ആകാശത്തിലെ പറവളെയും വയലിൽ പുഷ്പങ്ങളെയൊക്കെ നോക്കി ഉടുപ്പിക്കും എന്ന, വസ്ത്രം ധരിപ്പിക്കും എന്നുള്ള എൻഡിയോ എന്നുള്ളൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ ധരിക്കുവോളം എന്നൊക്കെ ലൂക്കോസ് 24:49 നമ്മൾ വായിക്കപ്പെടും. ധരിക്കുവോളം എൻഡിയോ എന്നുള്ളൊരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ പത്രോസ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയില് ധരിക്കുവിൻ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒന്ന് എമ്പക്കം വിട്ടാലേ പറയാനൊക്കെ തുറന്ന് പറയും. എക്കംബോമായി എന്നൊരു പദമാണ്. എക്കംബോമായി എന്നൊരു പദമാണ്. എക്കംബോമായി എന്ന് പറഞ്ഞാലും നോട്ട് ഓർ ബാൻഡ് ബൈ വിച്ച് 2 things are fastened together to fasten or gird oneself. White scarf or apron of slaves which was fashioned to the belt of the west, that distinguished slaves from free men. അപ്പം ഈ അടിമകള് അന്നത്തെ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അടിമകൾ ധരിക്കുന്ന വസ്ത്രം അത് വളരെ ലളിതമായിട്ടുള്ളൊരു വസ്ത്രമായിരിക്കും. അതിങ്ങനെ എന്തോ ഒരു തുണി ഇങ്ങനെ കൂട്ടിക്കെട്ടിയ പോലെ എന്തോ ഒരു വസ്ത്രം. അപ്പോ അത്
ആ വസ്ത്രം അത് അടിമകളുടെ വസ്ത്രം. അത് കാണുമ്പോൾ ഓ ഇത് അടിമയാണ്, മറ്റേ സ്വതന്ത്രരെക്കാട്ടില് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള അടിമ. അപ്പൊ ആ ഒരു അടിമയുടെ വസ്ത്രം, സ്ലീവ്സ്, ആ അടിമയുടെ വസ്ത്രം, ഗേർഡ് യുവർ സെൽഫ് വിത്ത് ഹ്യൂമിലിറ്റി ആസ് യുവർ സർവൈൽ ഗാബ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾസോ ഓവറോൾസ് ദാറ്റ് സ്ലീവ്സ് വോർ ടു കീപ് ക്ലീൻ വൈൽ വർക്കിംഗ് ആൻ എക്സീഡിംഗ്ലി ഹംബിൾ ഗാർമെന്റ് എന്നൊക്കെയാണ് അതിന്റെ സ്ട്രോങ്സ് ഡിക്ഷണറിയിലെ, ഗ്രീക്ക് ഡിക്ഷണറിയിലെ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാല്, നമ്മള് അടുക്കളയിലൊക്കെ പണിയെടുക്കുന്നവര് ഒരു ഏപ്രൺ മാതിരിയൊക്കെ ധരിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അവർ മേൽവസ്ത്രം എക്സീഡിംഗ്ലി ഹംബിൾ ഗാർമെന്റ്, അത് അഴുക്കാവാതിരിക്കാൻ വേണ്ടി പുറത്തൊരു ഏപ്രൺ മാതിരിയുള്ള അതൊരു അടിമയുടെ വസ്ത്രം. അപ്പം അങ്ങനെ കർത്താവിൽ നിന്ന് പഠിക്കുവിൻ, കർത്താവ് പറയുക. അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതിൽ നിന്ന് പഠിക്കുവിൻ, ഞാൻ സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയുള്ളവനാകയാല് ഇതിൽ നിന്ന് എന്റെ നുകവേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ എന്ന് പറയുക. എങ്കിലും നിങ്ങളുടെ പ്രാണന് ആശ്വാസം കണ്ടെത്തും, പ്രാണനുകൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്ന് കർത്താവോട് പറയും. എന്റെ മുഖം മൃദുവും ചുമട് ലഘുവാണെന്നുള്ള വാക്യമൊക്കെ നമുക്കറിയാം, മത്തായി 11:30. കർത്താവിൽ നിന്ന് പഠിക്കുമ്പോൾ അവിടെ അത് കർത്താവ് പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ വചനത്തിൽ തന്നെ 3 തവണ അത് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടു. എവിടെ? താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്ന കാര്യം സദൃശ്യമാക്കി 3:34 നമ്മൾ കണ്ടു. ഇപ്പം എന്താ നമ്മൾ കണ്ടേ? 1 പത്രോസ് 5:5 അതൊരു അടിമ വസ്ത്രം പോലെ ആ താഴ്മ ധരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ബാക്കിയുള്ളവരിൽ നിന്ന് അടിമകൾക്ക് അടിമകളെ കാണുമ്പോൾ തന്നെ അവരുടെ ആ വസ്ത്രധാരണത്തിൽ നിന്ന് ഒരു അടിമയാണ്. ഇന്ന് അടിമ സമ്പ്രദായമൊക്കെ ഓഫ്കോഴ്സ് അതെല്ലാം അതെല്ലാം നിർത്തലാക്കിയിരിക്കുന്ന എബ്രഹാം ലിങ്കൺ അമേരിക്കയിലെ അടിമ സമ്പ്രദായമൊക്കെ നിർത്തലാക്കിയ കാര്യമൊക്കെ നമുക്കറിയാം. അന്നത്തെ ആ ഒരു ഉദാഹരണം പരിശുദ്ധാത്മാവ് എടുത്ത് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മളുടെ പുറമേ നമ്മളുടെ പുറമേയുള്ള എന്തെങ്കിലും ഒരു അഭിനയമല്ല, മറിച്ച് അകമേയുള്ള ഒരു ഭാവത്തിൽ നിന്ന് ഉരുത്തിരിയേണ്ട പുറമേയുള്ള ഒരു വസ്ത്രം, പുറമേയുള്ള ഒരു ഭാവം. അത് നമ്മള് മനുഷ്യരിൽ നിന്ന് പഠിക്കാൻ പോയാല് നമ്മൾ തെറ്റിപ്പോവും. നമ്മള് ഡിക്ഷണറിയില് ഹ്യൂമിലിറ്റിയുടെ മീനിങ് ഒക്കെ നോക്കി ഡിക്ഷണറിയിൽ നിന്ന് പഠിക്കാൻ നോക്കിയാല് തെറ്റിപ്പോകും. എന്നാൽ യേശുവിൽ നിന്ന് തന്നെ വേണം നമ്മൾ പഠിക്കാന്. ഇന്നത്തെ ടോപ്പിക്ക് 3 സീക്രട്ട് ആണെന്ന് എല്ലാവരും കേട്ടായിരിക്കും അല്ലേ? 3 രഹസ്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യ ജീവിതത്തിന്റെ 1-ാമത്തെ രഹസ്യം അറിയാവോ? താഴ്മ. 2-ാമത്തെ രഹസ്യം താഴ്മ. 3-ാമത്തെ രഹസ്യവും താഴ്മ. അപ്പൊ ആ 1-ാമത്തെ രഹസ്യം നമ്മൾ മത്തായി 11:29 കർത്താവ് താഴ്മയും സൗമ്യതയുള്ളവനാകെ ഇതിൽ നിന്ന് പഠിക്കുവിൻ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യമൊക്കെ നമ്മൾ കണ്ടു. അതിൽ നിന്ന് ഞങ്ങള് കർത്താവ് താഴ്മയോടൊക്കെ കൃപ നൽകുന്നു എന്നുള്ള പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന വാക്യം അത് സദൃശ്യവാക്യം 3:34 നിന്നാണെന്ന് കണ്ടു. ഇവിടെ 1 പത്രോസ് 5:5 പത്രോസ് അത് ഉദ്ധരിക്കുമ്പോൾ അത് ഒരു അടിമ വസ്ത്രം എന്ന വണ്ണം താഴ്മ ധരിക്കുവാൻ പറഞ്ഞിട്ടാണ് പൗലോസ് ആ പഴയ നിയമത്തിലെ വാക്യം ഉദ്ധരിക്കുന്നത്. അതാണ് നമ്മളിവിടെ 1 പത്രോസ്, കറന്റ് ലൊക്കേഷൻ എവിടെ? 1 പത്രോസ് 5:5. അത് എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. എല്ലാവരും, മൂപ്പന്മാരായാലും ഇളയവരായാലും എല്ലാം ആ ഒരു കർത്താവേ ഒരു താഴ്മ എന്ന് പറയുമ്പോൾ എന്താ, എനിക്കത് ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എല്ലാവരും അത് പറയുമ്പോഴേ നിങ്ങൾ ചിരിക്കുന്നുണ്ട്. ജോഹാനെ വരെ അറിയാം അല്ലെ? സന്ദീപങ്ങൾ എന്താ പറയണേ എപ്പോഴും? 0 എന്ന് പറയൂല്ലേ? ആ ഒരു താഴ്മ എനിക്കത് മനസ്സിലാക്കാൻ അത് വളരെ എനിക്കത് എൻ്റെ ഹൃദയത്തിലെ, എൻ്റെ ജീവിതത്തിൽ അത് ഒത്തിരി സഹായിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് മുമ്പാകെ താഴ്മ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വട്ടപ്പൂജ, ഒരു 0 എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. നമ്മൾ ദൈവത്തിന് മുമ്പാകെ ഒരു 0 ആയിട്ട്, ഒരു പൂജ്യമായിട്ട് നമ്മളെ തന്നെ താഴ്ത്തുന്ന ഒരു അവസ്ഥ. യേശുവിൽ നിന്നാണ് നമ്മൾ ആ താഴ്മ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, യേശുവാണ് തന്നെ ആദ്യമായി അവണ്ണം പൂർണ്ണമായും താഴ്ത്തിയ ഒരു വ്യക്തി. മനുഷ്യനായിട്ട് പൂർണ്ണ ദൈവമായിരിക്കെ അവിടുന്ന് മനുഷ്യനായിരിക്കെ അടിമദാസനായിരിക്കെ ഒരു ക്രൂസിലെ കുറ്റവാളി എന്ന വണ്ണം തന്നെ താഴ്ത്തി. ആ ഒരു 3 സ്റ്റെപ്സ് ഓഫ് ഹ്യൂമിലിറ്റി താഴ്മ 3 സീക്രട്സ് ആണെന്ന് പറയാനുള്ള കാരണവും നമ്മൾ സാഗ്ബറിന്ന് കേട്ടിട്ടുണ്ട്. ഫിലിപ്പ് ലേഖനം 2:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 4 പേർ പറയുന്നു. ഞാൻ അതിലേക്ക് ഇപ്പം പോകുന്നില്ല.
നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടത്. എന്താ കർത്താവിന്റെ 3 സ്റ്റെപ്സ് ഓഫ് ഹ്യൂമിലിറ്റി. ദൈവത്തോട് സമനായിരുന്നു, പിതാവാൻ ദൈവത്തോട് സമനായിരുന്നു യേശു ക്രിസ്തു. അപ്പൊ യേശു ഒരു മനുഷ്യനായിട്ട് മാറി. അത് തന്നെ വലിയൊരു, ഇപ്പൊ ഒരു മനുഷ്യ മൃഗമായിട്ട് മാറിയാല് അതൊരു ചെറിയ, അത് അതൊരു 1 മീറ്റർ താഴ്മ, 1 മീറ്റർ താഴ്ചയാണെങ്കിൽ ഇത് മില്യൺസ് ഓഫ് ട്രില്യൺസ് ഓഫ് കിലോമീറ്റർ താഴ്മയാണ്. ഒരു ഉദാഹരണം മാതിരി പറയുവാണെങ്കിൽ, എന്ന് വെച്ചാൽ ദൈവം, സ്രഷ്ടാവായ ദൈവം ഒരു സൃഷ്ടിയായിട്ട് ഒരു മനുഷ്യനായിട്ട് മാറിയതിന് വലിയൊരു താഴ്മ. പിന്നെ മനുഷ്യരുടെ ഇടയിൽ തന്നെ ഏറ്റവും അന്നത്തെ ലോവസ്റ്റ് ക്ലാസ് ആയിരുന്നു, ഏറ്റവും താഴേക്കിടയിലുള്ളവരായിരുന്നു അടിമകൾ. അപ്പൊ കർത്താവ് ഒരു അടിമയെ പോലെ ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ, കർത്താവിന്റെ ആ സമയത്ത് മാത്രമല്ല കർത്താവിന്റെ ജീവിതത്തിലുടനീളം ആ ഒരു അടിമയെ പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ഒരു ഭാവം കർത്താവിനുണ്ടായിരുന്നു. അപ്പോ ആ ഒരു താഴ്മ, കർത്താവ് ദൈവ മനുഷ്യനായി, ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഹ്യൂമിലിറ്റി, താഴ്മയുടെ 1ാമത്തെ പടി. പിന്നെ മനുഷ്യൻ ആയിരുന്ന കർത്താവ് തന്നെ താഴ്ത്തി ഒരു അടിമയെന്ന വണ്ണം, അടിമദാസൻ എന്ന വണ്ണം കർത്താവ് തന്നെ താഴ്ത്തി. പിന്നെ എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവരും എന്നെ നോക്കണം, എല്ലാവരും എന്നെ നോക്കണം. അടിമദാസൻ എന്ന വണ്ണം തന്നെ താഴ്ത്തിയിട്ട് പിന്നെ കർത്താവ് അടിമകളെക്കാട്ടില് ആരെങ്കിലും മോശക്കാരായിട്ടൊന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് കുറ്റവാളികളായിട്ട്, അന്ന് റോമൻ ഗവൺമെന്റ് കുറ്റവാളികളായിട്ട് മരണശിക്ഷയ്ക്ക്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്രൂസിലെ കുറ്റവാളികൾ ആയിരുന്നു അടിമകളെക്കാട്ടിലും മോശപ്പെട്ട ആൾക്കാർ. അതിനെക്കാട്ടിലും ഏറ്റവും ശപിക്കപ്പെട്ടവരെ, മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ കർത്താവ് തന്നെ താഴ്ത്തി ആ ഒരു ശാപമരക്കുരിശില് ഒരു ശാപമായിട്ട് തീരുവാൻ തക്കവണ്ണം, ഒരു ശപിക്കപ്പെട്ടവൻ എന്ന വണ്ണം കർത്താവ് പാപമായി തീർന്ന ആ ഒരു കർത്താവിന്റെ താഴ്മ. ആ കർത്താവിൽ നിന്ന് വേണം ഞാൻ ഇന്ന് താഴ്മ പഠിക്കാനായിട്ട്. കർത്താവ് പറയുക, എന്നോട് പഠിപ്പിൻ എൻ്റെ മോനെ, എൻ്റെ മോളെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നോട് പഠിപ്പിൻ, എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. ഞാൻ താഴ്മയും, ഞാൻ സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയുള്ളവനാകിയാൽ എന്നോട് പഠിപ്പിൻ എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 1 പത്രോസ് 5:5 കറന്റ് ലൊക്കേഷൻ. അവൻ ഇളവരെയും മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കും, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. നിഗളികളായിട്ട് നമ്മളുടെ ഞാൻ വലിയ നിഗളിയൊന്നുമല്ല എന്ന് നമുക്ക് തോന്നി. എന്നാൽ നമ്മളുടെ എല്ലാവരുടെയും ജഡത്തിലുള്ള ഒരു കാര്യമാണ് നിഗളം എന്ന് പറഞ്ഞാല്. ആ ജഡം തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നിഗളം. ആ ജഡത്തിന്റെ ഒരു സെൽഫ് വിൽ, ആ ജഡം, ആ ഒരു ഞാൻ എന്നുള്ളൊരു ഭാവം, അതും തന്നെയാണ് നിഗളം എന്ന് പറയുന്നത്. അവിടെ ആ ജഡത്തെ സമ്പൂർണമായിട്ട് ഒരു പൂജ്യമായിട്ട് താഴ്ത്തുവാനുള്ള ഒരു തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്നാണ് കർത്താവ് പറയുന്നത്. ആ വാക്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മളിവിടെ 1 പത്രോസ് 5:5 നമ്മൾ വായിച്ചു. യാക്കോബ് 4-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ ഇതേ കാര്യം തന്നെ യാക്കോബും പറയുന്ന കാര്യം നമുക്കറിയാം. യാക്കോബ്, പത്രോസിന് മുമ്പായിട്ട് യാക്കോബിന്റെ ലേഖനം, യാക്കോബ് 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവിടെ എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, ഹി ഗിവ്സ് ഗ്രേറ്റർ ഗ്രേസ് എന്നുള്ളൊരു കാര്യം പറയുക. നമ്മളെ പരിശുദ്ധാത്മാവ് നാം കർത്താവിന്റെ മാത്രമായിട്ടായി തീരുവൻ അസൂയിക്കായിട്ട് കാക്ഷിച്ചുകൊണ്ട് ദൈവം നമുക്ക് അധികം കൃപ നൽകുന്നു എന്നാണ് 5-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ദൈവം ആർക്ക് എതിർക്ക് നിൽക്കുന്നത്? ദൈവത്തിന്റെ ശത്രുക്കൾ ആരാന്ന് ചോദിച്ചാൽ നിഗളികളാണ്. നമ്മളെ ഏതൊരളവില് നമ്മളുടെ ഉള്ളില് ഈ നിഗളം, ഈ ജഡത്തിന്റെ ഒരു പൊങ്ങച്ചം, ജഡത്തിന്റെ ഒരു ഉയർച്ച ഉണ്ടോ, ആ ഒരു അളവില് ദൈവം നമ്മളോട് എതിർത്ത് നിൽക്കുക. അത് ദൈവത്തിന്റെ നിത്യപ്രമാണമാണ്, ദൈവത്തിന്റെ നേച്ചറാണത്. ദൈവത്തിന് അത് മാറ്റാൻ കഴിയില്ല, ദൈവത്തിന്റെ സ്വഭാവമാണത്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ 2 Corinthians 12:9 നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ കൃപ നിങ്ങൾക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞിരിക്കുന്നുവെന്ന് 2 Corinthians 12:9 നമ്മൾ വായിക്കുമ്പോൾ ആ കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയാണ്, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഞാൻ ആ വാക്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പെട്ടെന്ന് ഞാൻ വേണമെങ്കിൽ റെഫറൻസ് പറയാം, ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട്. പരിശുദ്ധാത്മാവാണ് കൃപയുടെ ആത്മാവെന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? എബ്രായർ 10:29 നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നു. പഴയ നിയമത്തില് സെഖര്യാവ് 12:10 നമ്മൾ വായിക്കുന്നുണ്ട്, സ്പിരിറ്റ് ഓഫ് ഗ്രേസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, താഴ്മ പഠിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകും. അക്ഷരം പഠിക്കാനായിട്ട് ആശാൻ കളരിയിലോട്ടോ കിൻഡർ ഗാർട്ടനിലോട്ടോ ഒക്കെ പ്ലേ സ്കൂളിലോട്ടോ ഒക്കെ പോകും.
താഴ്മ പഠിക്കാനായിട്ട് നമുക്ക് ശരിയാണ്, പല താഴ്മയുള്ള ദൈവഭക്തരായിട്ടുള്ള മനുഷ്യന്മാര് നമുക്ക് അത് വളരെ പ്രചോദനമാണ്. അവരിൽ നിന്ന് നമുക്ക് വലിയൊരളവിൽ അത് പ്രചോദനം ഉൾക്കൊള്ളുവാനും ഒരളവ് വരെ പഠിക്കുവാനും കഴിയും. എന്നാൽ അതിന്റെ പൂർണ്ണതയിൽ താഴ്മ പഠിക്കാനായിട്ട് നമ്മൾ യേശുവിന്റെ അടുക്കിലേക്ക് വരണം. എന്തുകൊണ്ടെന്നാ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നവണ്ണം ഒരു താഴ്മ ഇല്ലാത്തത് കൊണ്ടാണ്. ശരിയാണ്, ശരിയാണ്. നമ്മളിപ്പം ഓഫ്കോഴ്സ് ലോകക്കാരായിട്ടുള്ള പല മനുഷ്യരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മള് താഴ്മയും നുറുക്കമൊക്കെ ഉള്ളവരാണ് നമ്മള്. തീർച്ചയായിട്ടും നമ്മള് താഴ്മയില്ല എന്ന് പറയുന്നതിലല്ല, അതൊരു വ്യാജ താഴ്മയാ. എനിക്ക് താഴ്മയൊന്നുമില്ല, ഞാൻ വലിയ നിഗളിയാന്ന് വെറുതെ ഒരു ഇത് പറയുന്നതല്ല. ശരിയാണ്, നമ്മള് ഇന്ന് ലോകത്തിൽ പലരെയും ആ ഒരു സെൽഫ് ബിൽഡ് ആയിട്ടുള്ള വളരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരളവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു താഴ്മ, ആ ഒരു താഴ്മയുടെ അളവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അതിന് വിപരീതമായിട്ടുള്ളൊരു നിഗളം നമ്മളെല്ലാം മുഴച്ചു നിൽക്കുന്നില്ലേ? എന്ന് പറഞ്ഞാല് ദൈവം നമ്മളെ താഴ്ത്തുന്ന വിധങ്ങളുണ്ട്. ദൈവം നമ്മളെ പല വിധത്തില്, പല പ്രയാസത്തിലൂടെ, കഷ്ടത്തിലൂടെ, വീഴ്ചകളിലൂടെ ഒക്കെ ദൈവം നമ്മളെ കുറിച്ച് ബേസിക്കലി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണം. ദൈവം തന്നെ നമ്മളെ പല പല പ്രഹരങ്ങളിലൂടെ, പല അച്ചടക്ക നടപടികളിലൂടെ, ശിക്ഷണത്തിലൂടെയൊക്കെ, ഡിസിപ്ലിനിങ്ങിലൂടെയൊക്കെ ദൈവം നമ്മളെ താഴ്ത്താൻ ദൈവം ശ്രമിക്കുന്നുണ്ട്. എന്നാ അതിനൊക്കെ കീഴടങ്ങി, അതൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധിയോ, എന്തെങ്കിലും ഒരു വീഴ്ചയോ, എന്തെങ്കിലുമൊക്കെ ഒരു താഴ്ചയോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ താഴ്ത്താനാ. പക്ഷേ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താനോ ആ സമയത്തും നമ്മെ തന്നെ ഉയർത്തി നിഗളിക്കാനോ ഉള്ളൊരു ചോയ്സ്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ബേസിക്കലി നമുക്ക് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഫ്രീ വില്ലുണ്ട്, ഒരു സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് ദൈവം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും റോബോട്ടുകളെ പോലെ ആയിപ്പോയേനെ. നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീ വിൽ, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ഒന്നുകിൽ അനുസരിക്കാം, അപ്പൊ അച്ഛനും അമ്മയും പറയുന്നത് ഒന്നുകിൽ അനുസരിക്കാം അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാം. അതിന്റെ ഒരു ഫ്രീ വില്ലുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ സമാഗമന കൂടാരം, നമ്മുടെ ശരീര സമാഗമന കൂടാരത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മളെ തന്നെ നമ്മൾ പറയുമ്പോൾ, സമാഗമന കൂടാരത്തിന്റെ പ്രാകാരം, ഔട്ടർ കോട്ട് ഉണ്ട്. അതിന്റെ ദേഹിയാണ് വിശുദ്ധ സ്ഥലം, ആത്മാവ് അതിവിശുദ്ധ സ്ഥലം. അപ്പൊ അവിടെ ദേഹിയെയും ആത്മാവിനെയും വേർതിരിക്കുന്ന ഒരു തിരശ്ശീല, ജഡമാകുന്ന തിരശ്ശീല എന്നൊക്കെ നമ്മളിപ്പോഴും പറയാറുണ്ട്. എബ്രായർ 10-19-20 വാക്യങ്ങളിലാണ് ജഡമാകുന്ന തിരശ്ശീല, ദേഹമാകുന്ന തിരശ്ശീല എന്ന സത്യവേദപുസ്തകത്തിലെ തെറ്റായ പരിഭാഷയാണ്. എന്നാൽ ജഡം എന്ന തിരശ്ശീല എന്നാണ് അവിടെ പരിഭാഷപ്പെടുത്തേണ്ടത്. സാക്സ് എന്ന ഗ്രീക്ക് പദം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ ആ ജഡമാകുന്ന തിരശ്ശീലയാണ് ഈ ആത്മാവിനെ ദേഹിയും വേർതിരിക്കുന്നത്. അപ്പൊ ഈ തിരശ്ശീലയോട് ചേർത്ത് വെക്കാനായിട്ട് പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകം 30:6 പലപ്പോഴും ഞാൻ ആ വാക്യം എടുത്ത് വായിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും എടുത്ത് വായിക്കുന്നില്ല, അത് നിങ്ങൾക്ക് കുറിച്ചിടാം. നിങ്ങൾക്ക് നിങ്ങള് ബെരോവയിലെ സഹോദരങ്ങളാണെങ്കിൽ നിങ്ങൾ പറയും ഞങ്ങൾ കറ്റാനത്തെയും മുട്ടത്തെയും കല്ലുമലയിലെ സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരും ബെരോവയിലെ സഹോദരൻ, ബെറിയയിലെ സഹോദരങ്ങൾ, ബെറിയനിലെ സഹോദരങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം പറയുന്നതൊക്കെ വലിയ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ച് നോക്കുമെന്ന് എവിടെ പറയുന്നത്? അപ്പോസ്തലപ്രവൃത്തികൾ 17-10-11 വാക്യങ്ങളില് ബെരോവയിലെ സഹോദരങ്ങൾ, ബെറിയൻസ്, തിരുവെഴുത്തുകൾ പൗലോസ് സംസാരിച്ചപ്പോൾ പോലും അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകൾ ഇങ്ങനെ ദിനംപ്രതി ശോധന ചെയ്തു പോകുന്നു. അപ്പൊ നിങ്ങളെല്ലാം ബെരോവയിലെ സഹോദരങ്ങളായി തീരണം. അത് നോട്ട് ചെയ്തുകൊണ്ട് പോയി, അത് അങ്ങനെ തന്നെയോ, തിരുവെഴുത്തുകൾ അങ്ങനെ തന്നെയാണോ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മൾ സാഗ്ബറിന് പക്ഷേ പറഞ്ഞാല് അതുകൊണ്ടുണ്ടായ ഗുണം എന്താന്ന് ചോദിച്ചാല്, വി ഡു നോട്ട് ഹാവ് എ ലെറ്റർ ടു ദി ബെറിയൻസ്. നമുക്ക് എഫേസർക്കുള്ള ലേഖനമുണ്ട്, കൊരിന്ത്യർക്കുള്ള ലേഖനമുണ്ട്, ഗലാത്യർക്കുള്ള ലേഖനമുണ്ട്, ബെരോവക്കാർക്കുള്ള ലേഖനം എഴുതിയില്ല. എന്ന് വെച്ചാൽ അവിടെ അതുപോലെ ഏറ്റവും വചനം അതുപോലെ പരിശോധിച്ച് വന്നുകൊണ്ട് അവർക്ക് ഇനി ലേഖനം ഒന്നും എഴുതേണ്ട കാര്യം തന്നെ വന്നു കാണത്തില്ല എന്ന് പറയുന്നത് പോലെ. അപ്പൊ നമ്മൾ പറയുന്നത് വെച്ചാൽ പുറപ്പാട് പുസ്തകം 30-ാമത്തെ വാക്യത്തില് ആ തിരശ്ശീലയോട് ചേർന്ന് അവിടെ ഒരു സുവർണ അൾത്താര വെക്കാനാ പറഞ്ഞിരിക്കുന്നത്. ആ സുവർണ അൾത്താര നമ്മളുടെ ഇച്ഛാശക്തിയെ, വിൽ പവറിനെ കുറിക്കുന്ന ഒരു കാര്യമാണ്. ആ വിൽ പവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാവരും എന്നെയാണ് നോക്കുന്നത്. വിൽ പവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്. അതെ, വെരി ഗുഡ്. അങ്ങനെ ജോഹാനൊക്കെ പപ്പയോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കി വരുമെന്നൊക്കെ എഴുതി വെക്കുന്നു, ബെരോവയിലെ സഹോദരനായിട്ട്. വെരി ഗുഡ്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, വിൽ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക്
ഒന്നുകിൽ അവിടെ ഒരു തിരഞ്ഞെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവ്, നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പം നമുക്ക് ഒരിടത്ത് അനുസരിക്കണോ അനുസരിക്കണ്ടായോ, അപ്പൊ അവിടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ പോലും ടീച്ചർ പഠിച്ചുകൊണ്ട് വരാൻ പറയുന്നു, നമുക്കത് അനുസരിക്കണം അനുസരിക്കണം. ഇപ്പൊ പറയുന്ന അച്ഛൻ പറയുന്നു ഇതിന്ന് വായിക്കണം, അല്ലെങ്കിൽ ഇത് എഴുതണം എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് അനുസരിക്കണോ വേണ്ട എന്നുള്ളൊരു തിരഞ്ഞെടുപ്പുണ്ട്. അപ്പൊ ആ തിരഞ്ഞെടുക്കുന്ന എവിടാന്ന് വെച്ചാൽ നമ്മുടെ ഈ വിൽ പവറില്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള നമ്മുടെ ബ്രെയിനില് പല സെന്റേഴ്സിന്റെ ഒരു ഏകോപനത്തിലൂടെയാണ് അവിടെ ഒരു വിൽ, നമുക്കൊരു വില്ലുള്ളത്. ആ വില്ലിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്. നമുക്ക് ബേസിക്കലി ആത്മീയമായിട്ട് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പാകെ ഒന്നുകിൽ നമുക്ക് താഴ്ത്താം, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഉയർത്താം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ എപ്പോഴും എന്താ? പരിശുദ്ധാത്മാവ് ഇവിടെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ലോകമെങ്ങും ദൈവത്തിന്റെ കണ്ണുകൾ ഊടാടി സഞ്ചരിക്കുന്നുവെന്ന് 2 ദിനവൃത്താന്തം 16:9 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. 2 ദിനവൃത്താന്തം 2 Chronicles 16:9 2 ദിനവൃത്താന്തം തന്നെ അല്ലേ? അതൊന്നും ദിനവൃത്താന്തമാണ്, എനിക്കൊരു ഡൗട്ട്. 2 ദിനവൃത്താന്തം അല്ലേ? ഒന്ന് നോക്കണോ? ഞാൻ ഒത്തിരി നാളായി ആ വേഴ്സ് എടുത്തിട്ട്. കർത്താവിന്റെ കണ്ണുകൾ ഊടാടി സഞ്ചരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വേഴ്സ് അങ്ങ് എടുക്കാം. 2 ദിനവൃത്താന്തം എന്ന് എന്റെ ഓർമ്മ. 16 അതെ അല്ലേ? 16:9. ശരി, വെരി ഗുഡ്. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടത്തും ഊടാടിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കണ്ണായിട്ട് എങ്ങും ഊടാടിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്താ? പരിശുദ്ധാത്മാവ് താഴ്മയുടെ ആത്മാവ്. പരിശുദ്ധാത്മാവ് എപ്പോഴും നമുക്ക് പ്രേരണ നൽകുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ ഇച്ഛാശക്തിയിലുള്ള തെരഞ്ഞെടുപ്പില് നമ്മളെ തന്നെ അങ്ങ് ദൈവമുമ്പാകെ, ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ, ദൈവത്തിന്റെ ഹിതത്തിന് മുമ്പാകെ. ദൈവത്തിന്റെ ഹിതമാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ വചനമാണെന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മത്തായി 4:4, യോഹന്നാൻ 4:34 ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടോ ജീവിക്കേണ്ടതെന്ന് മത്തായി 4:4 പറയുന്നുണ്ട്. യോഹന്നാൻ 4:34 പിതാവിന്റെ ഹിതം കൊണ്ടാണ് ജീവിക്കുന്നത് പറയുന്നുണ്ട്. അപ്പൊ പിതാവിന്റെ ഹിതമാണ് ദൈവത്തിന്റെ വചനമെന്ന് ആ 2 വാക്യം ചേർത്ത് വായിക്കുന്നത് നമുക്കറിയാം. മത്തായി 4:4, മാത്യു 4:4 ആൻഡ് ജോൺ 4:34. എഴുതിയോ? മാത്യു എഴുതി? മത്തായി 4:4, യോഹന്നാൻ 4:34 ഒക്കെ ചേർത്ത് വായിക്കും. ദൈവത്തിന്റെ ഹിതമാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ ആ ദൈവത്തിന്റെ ഹിതത്തിന് നമ്മെ തന്നെ, ദൈവത്തിന്റെ ഇഷ്ടത്തിന്, ദൈവത്തിന്റെ വചനത്തിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ അങ്ങ് ഉയർത്തുക നമ്മൾ ചെയ്യുന്നത്. കർത്താവ് കൂടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് 3 തവണ, കർത്താവിന്റെ ഒരേ ഒരു സെന്റൻസ് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. മത്തായി 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ആ വാക്യം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്നാൽ അത് വചനത്തിൽ തന്നെ നമുക്കത് കാണാം. മത്തായി 23-ാം അധ്യായത്തില് പരീശന്മാരെ കർത്താവ് ശാസിക്കുന്ന കൂട്ടത്തില് കർത്താവ് അത് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ അതിന്റെ 12-ാമത്തെ വാക്യം, മത്തായി 23-ന്റെ 12-ാമത്തെ വാക്യം, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇച്ഛാശക്തിയിൽ, നമ്മുടെ ഈ വിൽ പവറിന്റെ കാര്യം ഞാൻ പറഞ്ഞു, തിരഞ്ഞെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ട്. നമ്മുടെ ദേഹിയുടെ തലത്തിലുള്ളതാണ്. എന്നാൽ നമ്മൾ ദേഹിയുടെ തലത്തിൽ നിന്ന് ആത്മാവിന്റെ തലത്തിലേക്ക് നമ്മൾ ജീവിക്കുവോ ഇല്ലയോ എന്ന് തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു വിൽ പവറിന്റെ ബേസിസിലാണ്. ആ വിൽ പവറില് നമ്മൾ അവിടെ ആ വിൽ പവറില്, ആ ഇച്ഛാശക്തിയിൽ ഒന്നുകിൽ നമ്മുടെ ഇഷ്ടമാകുന്ന ഒരു ജഡമാകുന്ന തിരശ്ശീല അതിന് തൊട്ട് മുമ്പേ ഉണ്ട്. ഈ വിൽ പവറിന് മുമ്പായിട്ട് ജഡമാകുന്ന തിരശ്ശീല സ്വർണ്ണാൽത്താരയ്ക്ക് മുമ്പായിട്ടുണ്ട്. ആ സ്വന്തം ഇഷ്ടത്തെ ഒന്നുകിൽ ദൈവത്തിന്റെ ഹിതമാകുന്ന, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം ഒരു വാള് പോലെ ഈ തിരശ്ശീല ചീന്താനായിട്ട് ഇരിക്കുക. പരിശുദ്ധാത്മ എപ്പോഴും നമ്മളുടെ ആ ഹിതത്തെ ചീന്താനായിട്ട്, അത് റെന്റ് ചെയ്യുവാനായിട്ട്, ആ വെയിൽ റെന്റ് ചെയ്യാനായിട്ട്, ആ തിരശ്ശീല ചീന്താനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള ദൈവവചനമാകുന്ന വാള് എപ്പോഴും സ്വർഗസിംഹാസനത്തിൽ നിന്നുണ്ട്. അപ്പോ നമുക്ക് നമ്മളെ തന്നെ ആ സ്വന്തം ഇഷ്ടത്തെ ഒന്നുകിൽ നമുക്ക് താഴ്ത്തി, കർത്താവെ ഓരോ സമയത്തും നമ്മളുടെ ആ ഒരു മനോഭാവത്തിലാണ്, കർത്താവെ എന്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തുന്ന, അതാ ഇവിടെ കർത്താവ് അതിന്റെ ആ ഒരു അതിന്റെ ആ ഒരു കോൺവേഴ്സും രണ്ടും പറയുന്നുണ്ട്. തന്നെ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അതായത് ദൈവത്തിന്റെ വചനം
നമ്മളോട് പല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തരുതെന്ന് എബ്രായർ 3:7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 95 സങ്കീർത്തനത്തിൽ നിന്നുള്ള കൊട്ടേഷനാണ്, ഉദ്ധരണിയാണ്. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ നമ്മളെ തന്നെ അങ്ങ് ഉയർത്താം, ഹൃദയം കഠിനപ്പെടുത്തോ. ഇതിപ്പം എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട്, കുറെ താഴ്മ താഴ്മ എന്ന് പറഞ്ഞ് എന്നൊക്കെ പറയും. ഇങ്ങനെ നമ്മൾ താഴ്മയായിട്ടിരുന്ന നമുക്ക് ജീവിക്കാനൊക്കെ ഈ 21 നൂറ്റാണ്ടില് ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മളാരും പുറമെ അങ്ങനെ പറയത്തില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ഒരു വെറുതെ കുറെ ഒരു പ്രസംഗമുണ്ട്, താഴ്മയുണ്ട്, ഇത് ഏതാണ്ട് മനുഷ്യർക്ക് പറ്റുന്ന കാര്യമാണ്, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എന്നുവെച്ചാൽ ആ ഒരു ദൈവത്തിന്റെ വചനത്തിന് മുമ്പായിട്ട് നമ്മളതിനെ കഠിനപ്പെടുത്തുന്ന ഒരു, നമ്മളതിനെ ഉയർത്തുന്ന ഒരു മനോഭാവമുണ്ട്. ഇപ്പൊ നമ്മൾക്ക് താഴ്മയെ കുറിച്ചൊക്കെ ഒത്തിരി സംസാരിച്ച് നമുക്ക് വളരെ താഴ്മയായിട്ടൊക്കെ അഭിനയിച്ച് ഇങ്ങനെ പട്ടിയെ മ്യാവൂ മ്യാവൂ എന്ന് പരിശീലിപ്പിച്ച് വേറൊരു പട്ടിയെ കാണുമ്പോൾ എന്ന് പറഞ്ഞ് പട്ടിയങ്ങ് വരയ്ക്കാൻ തുടങ്ങി. അതിന്റെ തനി സ്വഭാവം. പക്ഷെ അപ്പൊ ഇതിന്റെ റൂട്ടായിട്ടുള്ള സംഭവം എവിടെ നമ്മള് എന്താ പറയുന്നത്, വൃക്ഷത്തിന്റെ കടയ്ക്കല് വേണം കോടാലി വെക്കാൻ. അല്ലാതെ കുറച്ച് ഈ മാവ് മൊത്തം ചീത്ത മാങ്ങയാ, അപ്പൊ അതുകൊണ്ട് ഈ മാങ്ങ കുറച്ച് ഇങ്ങനെ ഒരു സിസർ എടുത്ത് ഒരു കത്രിക എടുത്ത് ഒരു കത്തിരിച്ച് കളയാം. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്ത ചീത്ത മാങ്ങ വരും. പക്ഷെ ഇത് മാവ് വേരോടെ പിഴുത് മാറ്റി നല്ല മാവ് നട്ടോണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജഡത്തെ അതിന്റെ വേരോടെ, അതിന്റെ ആ ഒരു റൂട്ട് ഓഫ് സിൻ ഇസ് അവർ സെൽഫ് എന്നൊക്കെ നമ്മൾ സാങ്ക്ബറിൽ തന്നെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളുടെ പാപത്തിന്റെ വേരെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വയമാണ്, ഞാൻ എന്നുള്ള ഒരു നമ്മുടെ സ്വയജീവൻ. ആ സ്വയജീവന്റെ 3 കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും MHP എന്ന് പറഞ്ഞ് പറയാറുണ്ട്. മണി, ഓണ, പ്ലഷേഴ്സ്. പണം പറയും പണസ്നേഹം. പിന്നെന്താ, മനുഷ്യമാനം തേടാനുള്ളതാണ് അതിന്റെ ഒരു തായ് പേര്. ജഡിക മോഹങ്ങളും അതെല്ലാമാണ് ആ ജഡത്തിന്റെ ആ ഒരു 3 കാറ്റഗറി. ജഡത്തിലുള്ള മോഹങ്ങളുടെ 3 കാറ്റഗറി. അത് ലോകത്തിലുള്ള കാറ്റഗറി അത് തന്നെ, ജഡത്തിലുള്ളതും അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാറ്റഗറി തന്നെ. അപ്പോ നമ്മൾക്ക് ദൈവം ഓരോ നിമിഷവും ഓരോ ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകിലും നമ്മളെ തന്നെ താഴ്ത്തി ഈ നമ്മളുടെ ആ സുവർണ അൾത്താരയിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും ഓരോ ദിവസവും, ഓരോ സമയത്തും നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ നമ്മളങ്ങ് ജീവിക്കുമ്പം നമ്മൾ ദൈവത്തോടൊന്നും ആലോചന വയ്ക്കാതെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മറ്റേത് ചെയ്യുന്നു, മറിച്ചത് ചെയ്യുന്നു, നമുക്ക് അതുണ്ട് ഇതുണ്ട്. അപ്പൊ നമ്മൾ പറയും, നമുക്ക് ഇഷ്ടമുള്ള വാക്കുകൾ നമ്മൾ സംസാരിക്കുന്നു, ഇഷ്ടമുള്ളതുപോലെ നമ്മൾ സമയം ചെലവഴിക്കുന്നു, ഇഷ്ടതുപോലെ നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇഷ്ടമുള്ളതുപോലെ നമ്മൾ പണം ചെലവഴിക്കുന്നു, ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ഭാര്യയോടാവട്ടെ ഭർത്താവിനോടാവട്ടെ നമ്മൾ കുഞ്ഞുങ്ങളോടാവട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളങ്ങ് സ്വാഭാവികമായിട്ട് നമ്മൾ വലിയ തീവ്രവാദിയായിട്ടോ അല്ലെങ്കിൽ വലിയ കൊലപാതകനോ വ്യഭിചാരിയോ അല്ലെ വലിയ കൊട്ടയ്യപ്പെട്ട പാപമൊന്നും ഇല്ലാതെ ഒരു മാന്യമായിട്ട് നമ്മളങ്ങ് ജീവിച്ചു പോവുക. എന്നാൽ അതൊരു അതൊരു ദൈവീപരമായിട്ടുള്ളൊരു ക്രിസ്ത്യാനിത്വമേ ആവുന്നുള്ളൂ. പിന്നെ ആത്മാവിലുള്ള ക്രിസ്ത്യാനിത്വം, മറ്റേത് ജഡികമായിട്ട് ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജഡികമായിട്ടുള്ള പാപങ്ങള്, ഭയങ്കര ദേഷ്യവും പിന്നെ ജഡിക മോഹങ്ങളും അങ്ങനെയൊക്കെയുള്ളതാണ് ജഡിക ക്രിസ്ത്യാനികള്. യോഷിയും പിണക്കവും വഴക്കും പ്രശ്നങ്ങളും തല്ലും കൊലവിളിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ദൈവീകരമായ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവർ യുക്തിബോധത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വളരെ മാന്യന്മാരായിട്ടൊക്കെ ജീവിക്കുന്നു. പക്ഷെ എങ്കിലും സ്വയം തന്നെയാണ് കേന്ദ്രം, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്ത് നടക്കണം. ഇറ്റ് ഇസ് ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവൽ. അത് നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ നന്മ ഏതാ തിന്മ ഏതാന്ന് എനിക്കറിയാം, ഞാൻ തന്നെ തീരുമാനിക്കുന്നു, ദൈവത്തോട് ആലോചനയൊന്നും ചോദിക്കണം. പക്ഷെ ജീവന്റെ വൃക്ഷത്വം എന്ന് പറഞ്ഞാൽ ജീവന്റെ വൃക്ഷം അത് അതിവിശുദ്ധ സ്ഥലമാണ്. അതിവിശുദ്ധ സ്ഥലത്തുള്ള യേശു കർത്താവ് തന്നെയാണ് ആ ജീവന്റെ വൃക്ഷം. യേശുവിന്റെ അതിവിസ്വഭാവവും യേശുവാണ് ആ ജീവന്റെ വൃക്ഷം. ആ ജീവന്റെ വൃക്ഷത്തിങ്കിൽ നിന്ന് ഞാൻ പാർട്ടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ പങ്കാളികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ഇവിടെ എൻ്റെ ഈ ജഡമാകുന്ന തിരശ്ശീലയെ ഒന്ന് കർത്താവിന്റെ മുമ്പാകെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എന്നെ തന്നെ താഴ്ത്തേണ്ടതായിട്ട് ഓരോ സമയത്തും കർത്താവിന്റെ മുമ്പാകെ ഒരു 0 ആയിട്ട്, ഒരു വട്ടപൂജ്യമായിട്ട് എന്നെ തന്നെ താഴ്ത്തേണ്ടതായിട്ടുണ്ട്. യേശു എങ്ങനെ തന്നെ താഴ്ത്തി എന്ന് കണ്ട് എന്നെ തന്നെ താഴ്ത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ ആ 3 വാക്യത്തിന്റെ റെഫറൻസും കൂടെ അങ്ങ് വായിക്കട്ടെ. മത്തായി 23:12 നമ്മളിപ്പം കണ്ടു. മത്തായി 23:12 തന്നെ ഉയർത്തുന്നവന്. അപ്പൊ നമുക്കുള്ള ഒരു ചോയ്സിൽ നമ്മൾ തന്നെ ഉയർത്താം, അല്ലെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്താം. അത് നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവം നമ്മളെ ആത്മീയമായിട്ട് ഉയർത്തും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മളെ തന്നെ സ്വയത്തിൽ നമ്മൾ ഉയർത്തുമ്പോൾ ദൈവം നമ്മളെ ആത്മീയമായിട്ട് താഴ്ത്തും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപ നമുക്ക് കാണത്തില്ല, നമ്മുടെ പാപത്തിൽ വീണുപോകും,
ലോകമയത്വത്തിൽ വീണു പോകും. നമ്മളെ നമുക്കൊരു സമാധാനം കാണത്തില്ല, സ്വസ്ഥത കാണത്തില്ല. ദൈവം തന്നെ നമ്മളെ പല രീതിയിൽ താഴ്ത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വരാം. മത്തായി 23:12 നമ്മൾ കണ്ടു. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തില് അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു ഉപമയൊക്കെ പറഞ്ഞിട്ട് ഒരിടത്ത് വിരുന്നിന് പോകുമ്പോൾ എവിടെ ചെന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾ ആദ്യം ചെന്ന് മുൻപ് ചെന്നിരിക്കുന്ന ഒരു മാനം തേടുന്ന മനുഷ്യമാനം തേടുന്ന പോലെ ആകരുത് എന്നൊക്കെ ലൂക്കോസ് 14-ന്റെ ആദ്യത്തെ 7 മുതലുള്ള വാക്യങ്ങളിൽ ആ ഉപമയൊക്കെ പറഞ്ഞിട്ട് 11-ാമത്തെ വാക്യത്തിൽ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് നമ്മളവിടെ വായിക്കുന്നു. പിന്നെ ഇതേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിലെ ചുങ്കക്കാരന്റെയും പരീശന്റെയും ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമ ലൂക്കോസ് 18-ാം അധ്യായം. അപ്പൊ നമ്മള് മത്തായി 23:12 കണ്ടു, ലൂക്കോസ് 14:11 കണ്ടു. ഇവിടെ ലൂക്കോസ് 18-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് ആ ചുങ്കക്കാരൻ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ ആ ചുങ്കക്കാരൻ, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവൻ. മറ്റവൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് പറയുമോ, തന്നെത്താൻ ഉയർത്തുന്നവൻ. നമ്മളെ ടോപ്പിക് എന്താ? താഴ്മ. താഴ്മയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കർത്താവ് പറഞ്ഞ കാര്യം ലൂക്കോസ് തന്നെ 2 തവണ എഴുതി വെച്ചിട്ടുണ്ട്, മത്തായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. യേശുവിൽ നിന്നാണ് നമ്മൾ മത്തായി 11:29 നമ്മൾ തുടങ്ങിയത്. യേശുവിൽ നിന്നാണ് നമുക്ക് താഴ്മ പഠിക്കാനുള്ളത്. യേശു എങ്ങനെയാണ് തന്നെ പിതാവിന്റെ മുമ്പാകെ താഴ്ത്തിയത്? കർത്താവിന്റെ താഴ്മയുടെ അതിന്റെ ആഴത്തിൽ നിന്നുള്ള ഒരു വാക്യം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ ബൈബിളിലേക്ക് വെച്ച് ഏറ്റവും വെല്ലുവിളിച്ചിട്ടുള്ള വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 19-20 വാക്യങ്ങളാണ്. അതാണ് കർത്താവിന്റെ താഴ്മയുടെ ഒരു ബഹിർസ്ഫുരണം. കർത്താവ് പിതാവിന്റെ മുമ്പാകെ ഒരു പൂജ്യമായിട്ട്, കർത്താവ് ദൈവം തന്നെയാണ്. എന്നാൽ ദൈവം തന്നെ പിതാവിനുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായിട്ട് തന്നെ താഴ്ത്തി, ഒരു അടിമദാസനായിട്ട് ക്രൂസിലെ കുറ്റവാളിയിൽ നിന്നും തന്നെ താഴ്ത്തുന്ന ആ കർത്താവിന്റെ താഴ്മ എന്ന് പറഞ്ഞാൽ, അവിടെ കർത്താവ് പിതാവിന്റെ മുമ്പാകെ ഒരു 0 ആയിരുന്നു, പൂജ്യമായിരുന്നു. ആ പൂജ്യമായിരുന്നത് കൊണ്ട് താഴ്മയുള്ളവർക്ക് എന്ത് ലഭിക്കും? കൃപ ലഭിക്കും. കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് അളവില്ലാതെ കർത്താവിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഇത് യോഹന്നാൻ 3:34 നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ അളവില്ലാതെയല്ലയോ അവൻ കൊടുക്കുന്നത് എന്ന് വായിക്കുന്നുണ്ട്. യേശുവിനെ അളവില്ലാതെ, വിതൗട്ട് മെഷർ കൊടുക്കാൻ സാധിച്ചതിന് കാരണം അളവില്ലാതെ തന്നെ താഴ്ത്തി യേശു കർത്താവ്. ശരിക്കും നമ്മളെ അങ്ങനെ താഴ്ത്തുന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, ഏറ്റവും ഭദ്രമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ആദ്യം ഇവിടെ ഈ പുൾപ്പിറ്റ് ഒന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വാക്യം പറഞ്ഞു, നിൽക്കുന്നത് തോന്നുന്നത് വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് പറയും. നമുക്ക് നിൽക്കുന്നതെന്ന് തോന്നുമ്പോഴാ വീഴാനുള്ളൊരു സാധ്യതയുള്ളത്. എന്നാൽ നമ്മളങ്ങ് സാഷ്ടാംഗ ദൈവത്തിന് മുമ്പാകെ അങ്ങ് പ്രണമിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വീഴാൻ പറ്റുമോ? നമ്മളിപ്പോ സാഷ്ടാംഗം കർത്താവിന് മുമ്പാകെ വീട് വണങ്ങി, ഫ്ലാറ്റ് ഓൺ ദ ഗ്രൗണ്ട് ബിഫോർ ദ ലോർഡ്, പിന്നെ നമുക്ക് വീഴാനൊന്നുമില്ല. നമ്മള് മുമ്പാകെ ഒരു 0 ആയിട്ട്. അപ്പം യോഹന്നാൻ 5:19-20 എന്താ കർത്താവ് പറയുന്നേ? കർത്താവിന്റെ ആ ഒരു താഴ്മയിൽ നിന്ന് വരുന്ന വാക്യങ്ങളാ. അത് നമ്മളെ മാനുഷികമായിട്ട് പറഞ്ഞാൽ ഏറ്റവും പ്രകോപനപരമായ ഒരു സാഹചര്യമാണ്. ചില യേശുവിനെ കുറെ പേര്, മേബി ഒരു 10-200 പേര്, ഇപ്പം ഒരു 10-200 പേര് ഇവിടെ നമ്മളെ പെട്ടെന്ന് അടിക്കാനും കൊല്ലാനും ഒക്കെ ആയിട്ട് വരുമ്പോ നമ്മൾ ചിലപ്പോൾ പാനിക്കായി പോവില്ലേ? സ്വാഭാവികമായിട്ട് അങ്ങ് പരിഭ്രാന്തിയായിട്ട് ചിലപ്പോൾ നാവ് ഇറങ്ങിപ്പോയി എന്തോന്ന് പറയാന്. എന്നാ കർത്താവ് ആ ഒരു സമയത്ത് ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലെ കർത്താവിന്റെ അതിന്റെ തൊട്ട് മുമ്പ് യോഹന്നാൻ 5:18 മുതലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 5:18 അവനെ കൊല്ലുവാൻ ഭാവിച്ചതായിട്ട്, കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്ന 18-ന്റെ അവസാനം, യോഹന്നാൻ 5:18 അവസാനം നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇത് പിതാവിനോടൊപ്പം സമനാക്കിയത് കൊണ്ട് കൊല്ലുവാൻ ഭാവിച്ചു എന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് 19-ാമത്തെ വാക്യത്തിൽ, ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു കൊച്ചു കുഞ്ഞ് പറയുന്ന കാര്യമാണ്. ഞാൻ പലപ്പോഴും അതിങ്ങനെ വായിക്കുന്നേ, പപ്പ ചെയ്ത് കാണിച്ചു തരുന്നതല്ലാതെ എനിക്ക് ഒന്നും സ്വതവേ ചെയ്യാൻ അറിയത്തില്ല. അതായത് അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു തന്നാൽ ഞാൻ അതുപോലെ തന്നെ ചെയ്തോളൂ. ഡാഡി എന്താ ചെയ്യുന്നു
അതുപോലെ തന്നെ ഞാനും ചെയ്യുന്നത്. എനിക്ക് അല്ലാതൊന്നും അറിയത്തില്ല, സ്വതവേ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. അതാ ഞാൻ പറയുന്നത്. പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഐ ക്യാൻ ഡു നത്തിങ്. ഐ ക്യാൻ ഡു നത്തിങ് ഓഫ് മൈ ഓൺ ഇനിഷ്യേറ്റീവ്. ഐ ക്യാൻ ഡു നത്തിങ് ഓഫ് മൈസെൽഫ് അൺലെസ് ഇറ്റ് ഇസ് സംതിങ് ഐ സീ മൈ ഫാദർ ഡൂയിങ്. ആ ഒരു ആ ഒരു അവിടെ ഞാൻ എന്നുകൂടെ പറയാതെ പുത്രൻ എന്ന് പറയുക. ഞാനൊരു പുത്രനാണ്, ഞാനൊരു മകനാണ്. പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് കർത്താവ് തന്റെ സ്വയത്തിൽ നിന്നൊന്നും ചെയ്തില്ല. അങ്ങനെ ഒരു അതാ കർത്താവിന്റെ താഴ്മയുടെ ഒരു അതിന്റെ ഒരു മൂർത്തഭാവം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫുൾഫിൽമെന്റ്, അതിന്റെ ഒരു ബഹിർസ്ഫുരണമെന്നോ അങ്ങനെയൊക്കെ പറയാം. ചില സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ തന്നെ ദൈവമുമ്പാകെ പിതാവിന് മുമ്പാകെ ഒരു സീറോ ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയും അങ്ങനെ പരിശുദ്ധാത്മാവ് അളവില്ലാതെ, പിതാവിന്റെ ആത്മാവ് അളവില്ലാതെ യേശുവിലൊന്ന് നിറയുകയും ആ പിതാവിന്റെ പ്രേരണ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നതിനനുസരിച്ച് മാത്രമേ കർത്താവ് ഓരോന്നും ചെയ്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തോ പിതാവിന്റെ എന്തോ ശബ്ദം ഇങ്ങനെ കേട്ട് അതിങ്ങനെ ചെയ്യുന്നു, എന്തോ ഒരു വിഷ്വലായിട്ട് ഇമേജ് കണ്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ആ ഒരു എന്തോ ഒരു ആക്ഷരികമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യമല്ല, മറിച്ച് തന്നെ ഒരു പൂജ്യമായിട്ട് എപ്പോഴും യേശു പിതാവിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നത് കൊണ്ട് പിതാവ് അളവില്ലാതെ ആത്മാവിനെ യേശുവിന് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ആത്മാവില് പിതാവിനെ കണ്ടുകൊണ്ട്, പിതാവിനെ മറുപടി ചാരിക്കൊണ്ട്, പിതാവിൽ നിന്നുള്ള ഒരു പ്രേരണ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഓരോ സാഹചര്യത്തിൽ എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്തോ വലിയൊരു ശബ്ദമായിട്ട് ഇടിമുഴക്കം പോലെ കേൾക്കത്തില്ല. പക്ഷെ നമ്മുടെ ആത്മാവിൽ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ കൂടെ നമ്മൾ ചേർന്ന് ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനമാണെന്ന് ഇവിടെ വായിക്കുന്നേ. റോമർ 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഇസ് ലൈഫ് ആൻഡ് പീസ്. റോമൻസ് 8:6 എഴുതിയോ? നമ്മളുടെ മനസ്സ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാവുമ്പോൾ നമുക്ക് അവിടെ ഒരു ജീവനും സമാധാനവും ഉണ്ട്. അപ്പം ആ ജീവന്റെയും സമാധാനത്തിനും മാതൃക. എന്നാൽ ചില കാര്യങ്ങള് ചില ഒരാൾ നമ്മളോട് വളരെ പ്രകോപനപരമായിട്ട് പെരുമാറുന്നത്, അപ്പൊ നമുക്ക് തിരിച്ച് 2 വാക്ക് പറയണം എന്നാണ് നമ്മുടെ ജഡത്തിലൊരു പ്രേരണ വരുന്നത്. അപ്പൊ ആ സമയത്ത് എന്നെ തന്നെ അങ്ങനെ മുമ്പാകെ താഴ്ത്തി പരിശുദ്ധാത്മാവിനെ പ്രേരണയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമ്മൾ പറയും. ശരിയാണ്, ചിലപ്പോൾ കുറച്ച് നമ്മൾ ഫേമായിട്ടോ കർക്കശത്തോടെ ഒക്കെ പറയേണ്ട അവസരങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു ജഡത്തിന്റെ കർക്കശമല്ല, മറിച്ച് ആത്മാവെന്നുള്ള കർക്കശം. ഇതേ താഴ്മയുള്ള കർത്താവ് തന്നെ ചാട്ടമാറെടുത്ത് ദേവാലയമൊക്കെ ശുദ്ധമാക്കിയത്. അവിടെ കർത്താവിന് താഴ്മ ഏതാണ്ട് പോയോ? അവിടെയും കർത്താവ് ഏറ്റവും താഴ്മയുള്ളവനായിരുന്നു, ഏറ്റവും സൗമ്യതയുള്ളവനായിരുന്നു. എന്നാൽ അതാണ് പറയുന്നത്, ഡിക്ഷണറി മീനിങ് ഓഫ് ഹ്യൂമിലിറ്റി എടുത്ത് നോക്കിയാൽ നമുക്ക് തെറ്റിപ്പോകും. എന്നാൽ യേശുവിന്റെ താഴ്മ എന്ന് പറയുമ്പോൾ അത് കർത്താവ് അവിടെ മനുഷ്യൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അയ്യോ, ഞാൻ കുറച്ച് കഠിനനാണെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ ശിഷ്യന്മാർ എന്നെ വിട്ടുപോകൂ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത, അല്ലെങ്കിൽ മനുഷ്യരെന്നെ കുറിച്ച് എന്ത് പറയും, ആൾക്കാരൊക്കെ തെറ്റിദ്ധരിച്ച് ഞാൻ ഇനി മിശയല്ലെന്നും കാണാൻ തെറ്റിദ്ധരിച്ച് പോയാലൊന്നും വിചാരിക്കാതെ പിതാവ് എന്താണോ പറയുന്നത് അത് പറഞ്ഞങ്ങ് ചെയ്യുന്നു. പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രമേ പുത്രൻ ചെയ്തുള്ളൂ. അപ്പൊ അങ്ങനെ അതാണ് കർത്താവിന്റെ താഴ്മ എന്ന് പറയുമ്പോൾ. ഇപ്പൊ ലോകക്കാരുടെ മുമ്പിൽ ഇതൊക്കെ എല്ലാം ടേബിളൊക്കെ ഓവർടേൺ ചെയ്ത് ഈ ഇതും മണി ചേഞ്ചേഴ്സിനെ, ഈ വാണിഭക്കാരെയൊക്കെ ഇത് ഇങ്ങനെ കർത്താവ് വഴക്ക് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു. ഇതൊരു നിഗളിയായ മനുഷ്യന്, എന്തൊരു അഹങ്കാരി, എന്തൊരു താൻ തോന്നിവാസി എന്നൊക്കെ അവര് പറഞ്ഞു കാണാം. ഇവനാരാ, ഒരു നസ്രത്തിൽ നിന്നങ്ങാണ്ട്, നസ്രത്ത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഗലീലിയ നസ്രത്ത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പുച്ഛമുള്ള കാര്യമാണ്. ഇവിടെ ആത്മീയ ആൾക്കാരൊക്കെ അങ്ങ് യെരുശലേമിൽ ഇരിക്കുന്ന വലിയ ആൾക്കാരെ, ആത്മീയ പരമോന്നതത്തിലുള്ള ആൾക്കാര്. അപ്പൊ ഇവിടെ ഈ ഗലീലിയ എന്നങ്ങാണ്ട് വന്ന നസ്രത്ത് എന്തെങ്കിലും നന്മയും വരുമോ? ഏതാണ്ടൊരു ചീത്തപ്പേരുള്ള ഒരു പട്ടണം, അത് ഗ്രാമമല്ല പട്ടണമാണെന്ന് പറയുന്നുണ്ട്. നസ്രത്ത് സിറ്റി ആയിരുന്നു. അപ്പൊ അവിടുന്ന് കണ്ട് ഒരു തച്ചൻ പയ്യൻ വന്ന് കർത്താവിന്റെ ശുശ്രൂഷയുടെ എത്ര തവണ കർത്താവ് ദൈവാലയം ശുദ്ധമാക്കിയതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. 2 തവണ കാണുന്നുണ്ട്. കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തില് യോഹന്നാൻ 2-ാം അധ്യായത്തില് കാനായിലെ കല്യാണത്തില് അത്ഭുതം ചെയ്തതിനു ശേഷം ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ലൂക്കോസ് 19-ലും മത്തായി 21-ലും ഒക്കെ കർത്താവിന്റെ ശുശ്രൂഷ ഒടുക്കത്തിലും ചെയ്തതായിട്ട് വായിക്കുന്നുണ്ട്. അപ്പം കർത്താവിന് 30-ാമത്തെ വയസ്സിലും പിന്നെ 33 വയസ്സാകുന്ന സമയത്തൊക്കെ 33 വയസ്സിൽ പയ്യൻ എന്ത് ചെയ്യുന്നു, ഇവനെന്തോ അറിയാം, ഇവൻ ദേവാലയത്തിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലം കണ്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് അവിടെയും കർത്താവിന്റെ താഴ്മയായിരുന്നു. കർത്താവിന്റെ താഴ്മ എന്ന് പറഞ്ഞാൽ എന്താ? ചില കാര്യങ്ങളിൽ നമ്മള് കർക്കശത്തോട് ചില നിലപാടുകൾ എടുക്കുന്നു. ഇല്ല, ഈ ഭവനത്തിന്റെ ഈ വീട്ടില് കാര്യങ്ങൾ പറ്റത്തില്ല, ദൈവത്തിന്റെ വചനപ്രകാരമുള്ള കാര്യമില്ല, അത്
ദൈവനാമത്തിന് ഉതകുന്ന കാര്യമല്ല. ചില കാര്യത്തിൽ നമ്മൾ അപ്പനെന്ന നിലയിൽ, അമ്മയെന്ന നിലയിൽ ഒക്കെ നമ്മൾ കാർക്കശ്യത്തോടെ കുഞ്ഞുങ്ങളോട് പെരുമാറേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അധ്യാപകൻ എന്ന നിലയിൽ, നമ്മൾ മേലധികാരി എന്നുള്ള നിലയിലൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫേമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെയും താഴ്മയാ എന്ന് വെച്ചാൽ എന്താ, അത് സ്വന്തം ഇഷ്ടത്തിലുള്ള ഒരു ജഡപ്രകാരമുള്ള എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടലല്ല. നമ്മൾക്ക് എന്തോ ഈ ചിലർ പറയല്ലോ, അയാളുടെ ഫ്യൂസ് ഊരിയതുപോലെ ദേഷ്യപ്പെടുത്തി വെച്ചാൽ പിന്നെ എന്തോ ചെയ്യുന്നെന്ന് അറിയത്തില്ല, അതുപോലെ കിടന്ന് ബഹളമായ അങ്ങനെ, അതുപോലെ കൺട്രോൾ വിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കുറെ കാട്ടാൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളല്ല. മറിച്ച് ഹീസ് ദ ലോർഡ് ഓഫ് ആങ്കർ എന്ന് പറഞ്ഞാൽ കർത്താവിനെ ക്രോധത്തിന്റെ കർത്താവ് എന്ന് വായിക്കുമ്പോൾ കർത്താവിന്റെ ആങ്കർ, അതിന്റെ ലോർഡ്ഷിപ്പ് കർത്താവിനുണ്ട്. നമ്മൾ വിറ്റുപേർന്ന് കേട്ടിട്ടുള്ള നിയന്ത്രണം ഇല്ലാത്ത എന്തോ ഒരു കോപമല്ല, മറിച്ച് ആ ഒരു നിയന്ത്രണത്തോടെ, ആ ഒരു കാർക്കശ്യത്തോടെ ഉള്ള ഒരു ഇടപെടൽ. അപ്പൊ അത് സൗമ്യതയോടെ ഇടപെടേണ്ട സമയത്ത് സൗമ്യതയോടെ, കാർക്കശ്യത്തോടെ ഇടപെടേണ്ട സമയത്ത് കാർക്കശ്യത്തോടെ ഇടപെട്ട് ആ ഒരു യേശുവിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാൻ. കർത്താവിന്റെ നുകം ഏറ്റുകൊണ്ട് കർത്താവിൽ നിന്ന് പഠിക്കണം. കർത്താവിന്റെ നുകം ഏറ്റുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മളിപ്പോ യോഹന്നാൻ 5:19 ഉള്ളത്. ഞാൻ അതും കൂടെ ഒക്കെ വായിച്ചങ്ങ് നിർത്താം. യോഹന്നാൻ 5:19 പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നത് പോലെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവന് ചെയ്യുന്നതെല്ലാം പുത്രന് അവണ്ണം തന്നെ ചെയ്യുന്നു. അതുപോലെ തന്നെ പിതാവ് ചെയ്ത് കാണിച്ചത് മാത്രം, പിതാവ് ചെയ്ത് കാണിച്ചതുപോലെ തന്നെ പിതാവ് ചെയ്ത് കാണിച്ചിരുന്ന എല്ലാം തന്നെ. അതാ പറയുന്നത്, നത്തിങ് എൽസ്, നത്തിങ് മോർ, നത്തിങ് ലെസ് എന്ന് 3 ഫ്രേസുകൾ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നത്തിങ് എൽസ്, വേറൊന്നുമല്ല, പിതാവിന്റെ ഹിതം മാത്രം. നത്തിങ് മോർ, അതിൽ കൂടുതലായിട്ടൊന്നുമില്ല, എന്നാൽ അതിൽ കുറവായിട്ടൊന്നുമില്ല. നത്തിങ് ലെസ്, ഓൺലി ഗോഡ്സ് വിൽ. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും, 20ാമത്തെ വാക്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. അപ്പൊ ആ ഒരു പിതാവിനെ സമ്പൂർണ്ണമായിട്ട് ആശ്രയിച്ച്, ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പിതാവിനെ സമ്പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിച്ചൊരു പുത്രൻ. അതാണ് താഴ്മ. കർത്താവ് പറയും, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ താഴ്മ പഠിക്കണമെങ്കിൽ കർത്താവിന്റെ നുകം ഏറ്റുകൊള്ളണം. ഈ നുകം എന്നുള്ള വാക്ക് നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിൽ 15ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ, അവിടെ ഈ 15ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തില് ഈ നുകം എന്ന വാക്ക് യഹൂദന്മാർ ഉപയോഗിച്ചിരുന്നത് ന്യായപ്രമാണത്തെ കുറിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 15ന്റെ 10ാമത്തെ വാക്യത്തില്, ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം എന്ന് പറഞ്ഞാല് അവിടെ പരിച്ഛേദനയെ കുറിച്ച് പറയുക. ഇപ്പൊ പരിച്ഛേദന പാലിക്കണോ വേണ്ട എന്നൊക്കെ അപ്പോസ്തലന്മാർ ചേർന്ന് അവർ ആലോചന കൂടുമ്പം അവിടെ യോക്കിനെ കുറിച്ച് പറയുക, നുകം. അപ്പോസ്തലപ്രവൃത്തികൾ ആക്സ് 15:10, നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ഒന്നും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെക്കുവാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്തെന്നാണ് അപ്പോസ്തലപ്രവൃത്തി 15:10 നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ ന്യായപ്രമാണത്തിന്റെ ഒരു നുകം ഉണ്ടായിരുന്നു. ആ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകള്, ഡിമാൻഡ്സ്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ദൗ ഷാൽ ഡു, ദൗ ഷാൽ നോട്ട് ഡു, ഡോണ്ട് ഡു, ഇത് ചെയ്യണം, അത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യരുത്. ആ കൽപ്പനകൾ 639 കൽപ്പനകൾ, അതൊരു വലിയൊരു നുഖമായിരുന്നു. അത് പിതാക്കന്മാർക്കും പറ്റിയില്ല, നമുക്കും പറ്റിയില്ല. ഇനിയിപ്പോ അതിന് ശിഷ്യന്മാരുടെ കഴുത്തിലോട്ട് വെച്ച് കൊടുക്കുന്ന ആണോ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുകയാണോ എന്ന് അവിടെ അപ്പോസ്തലൻ പറയുന്നേ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഒരു നുഖം ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് യേശു പറയുക, എന്റെ നുഖം എടുത്ത്, എന്റെ നുഖം ഏറ്റുകൊണ്ട്. നുഖം എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ? എന്താ നുഖം എന്ന് പറഞ്ഞാൽ? യോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? പടത്തിലെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ, കാളകളെ നിലമൊക്കെ ഉഴുന്നത്, പ്ലൗവിങ് ദ ഫീൽഡ് അല്ലെ? അപ്പൊ 2 കാളകളെ ഒരുമിച്ച് ഉഴുമ്പോൾ അതിന്റെ മേലെ വെക്കുന്ന തടി കഷ്ണം ഒരുമിച്ചത് പോകാൻ വേണ്ടി നുഖം. അപ്പൊ ന്യായപ്രമാണത്തിന് ഒരു ഭാരമുള്ള ഒരു നുഖം ഉണ്ടായിരുന്നു, അത് ആർക്കും ചുമക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാ കർത്താവ് പറയും, എന്റെ നുഖം എന്ന് പറയുമ്പോൾ, മറ്റത് ന്യായപ്രമാണത്തിന്റെ ഒരു ഭാരമുള്ള കൽപ്പനകളാണെങ്കിൽ ഇവിടെ കർത്താവിന്റെ വചനം, കർത്താവ് പറയുന്ന വാക്കുകൾ, ആ ഒരു ജീവന്റെ വാക്കുകളാണ് കർത്താവിന്റെ നുഖം. ആ നുഖം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഹിതത്തിന്റെ മേലെയാണ് ഈ നുഖം വരുന്നത്. അപ്പൊ അവിടെ എന്ത് വരുന്നു? അവിടെ ഒരു ക്രോസ് വരുന്നത്. എന്റെ ഹിതമുണ്ട് എനിക്ക്, ഞാൻ കർത്താവിന്റെ നുഖമാകുന്ന വചനത്തിന് അങ്ങ് കീഴടങ്ങുമ്പോൾ, കർത്താവിന്റെ നുഖം ഏറ്റെടുക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തില് ക്രൂശ് ഏറ്റെടുക്കുക, ഞാൻ അവിടെ ക്രൂശിൽ മരിക്കുക. ആ കർത്താവിന്റെ നുഖം ഏറ്റുകൊണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കർത്താവിന്റെ ഹിതമാകുന്ന ഒരു വേർട്ടിക്കൽ പ്ലാങ്ക് ഉണ്ട്, എന്റെ ഹിതമാകുന്ന ഒരു ഹൊറിസോണ്ടൽ പ്ലാങ്കും കൂടെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു ക്രോസ് ആയി. അപ്പൊ ഞാൻ എന്റെ മേലെ ഈ നുഖം ഏറ്റുകൊള്ളുമ്പോൾ അവിടെ ഒരു ക്രോസ് ആയി, ഞാൻ ആ ക്രൂശിൽ അങ്ങ് മരിക്കുന്നു.
അതായത് യേശു അതുപോലെ ക്രൂസിൽ തന്നെ അത്യധികമായിട്ട് കർത്താവ് മരിച്ചു എന്ന തന്റെ ജീവിതത്തിലുടനീളം കർത്താവ് അങ്ങനെ പിതാവിന് മുമ്പാകെ സ്വന്തം ഇഷ്ടത്തിന് മരിച്ചു. എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം അത്രേ എന്ന് യോഹന്നാൻ 6:38 പറയുന്നത് നമുക്കറിയാം. പിന്നെന്താ മത്തായി 26:39 എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം അത്രയും ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അങ്ങനെ കർത്താവ് സ്വന്തം ഇഷ്ടത്തിന് എപ്പോഴും മരിച്ചു. അപ്പൊ യേശുവിനും ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നപ്പോൾ ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. കർത്താവ് സർവശക്തനായ ദൈവമാണ്, കർത്താവ് പാപമില്ലായിരുന്നു, എങ്കിലും സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ആ സ്വന്തം ഇഷ്ടത്തിന് ഒരിക്കലും കീഴടങ്ങി കൊടുത്തില്ല. അത് പാപജഡത്തിന്റെ ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ്, പാപജഡത്തിന്റെ സാദൃശ്യം എന്നൊക്കെ നമ്മൾ റോമർ 8 3 വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്നത്. കർത്താവിന് പാപമില്ലായിരുന്നു, എന്നാൽ ആ പാപജടത്തിന് ഒരു സാദൃശ്യം ഉണ്ടായിരുന്നു. പാപം ഇല്ലാത്തൊരു ജഡം ഉണ്ടായിരുന്നു, ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. ആ സ്വന്തം ഇഷ്ടത്തിന് കർത്താവ് ഒരിക്കലും അത് കീഴടങ്ങി കൊടുത്തായിരുന്നെങ്കിൽ അത് പാപമായി പോയിരുന്നു. പക്ഷെ കർത്താവ് ഒരിക്കലും കീഴടങ്ങി കൊടുത്തില്ല. അപ്പൊ അങ്ങനെ കർത്താവ് സ്വന്തം ഇഷ്ടത്തിന് സമ്പൂർണ്ണമായിട്ട് മരിച്ചു. കർത്താവിൽ നിന്ന് ഈ താഴ്മ പഠിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കർത്താവ് ഇതാ നമുക്ക് പറഞ്ഞു തരുന്നത്: ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായിട്ടും അങ്ങ് മരിച്ചു. എപ്പോഴും ഞാനൊരു പൂജ്യമായിട്ട് പിതാവിന്റെ ഇഷ്ടത്തിന് മുമ്പാകെ ഒരു പൂജ്യമായിട്ട് തന്നെ പിതാവിന്റെ മുഖം ഞാൻ അങ്ങ് എടുത്തു. അങ്ങനെ പിതാവിന്റെ ജീവൻ അളവില്ലാതെ എന്നിലൊന്ന് നിറഞ്ഞു എന്ന് പറയുന്നത് പോലെ നാം കർത്താവിന്റെ മുഖം എടുത്തുകൊണ്ട്, ഞാൻ ആദ്യം തുടങ്ങിയ മത്തായി 11:29 വന്നങ്ങ് നിർത്താം. നമ്മളൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ പല കാര്യങ്ങളൊക്കെ കണ്ട് മത്തായി 11:29 തിരിച്ചു വരുമ്പോൾ കർത്താവ് പറയുന്നത് എന്താ? എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്റെ മുഖം ഏറ്റുകൊണ്ട്. മത്തായി 11:29 വാക്യം എന്താ? ഞാന് സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയും ഉള്ളവനാകയാല് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവേ. നമ്മള് കർത്താവിന്റെ മുഖം ഏറ്റുകൊണ്ട് കർത്താവിന്റെ ആ വചനത്തിന് നമ്മൾ കീഴടങ്ങി കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പൂജ്യമായിട്ടൊരു കർത്താവെ ഞാൻ എന്നെ തന്നെ എന്റെ ഇഷ്ടത്തെ മരണത്തിന് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറ്റും? പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറയും. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞ് നമുക്ക് ആരെ കാണിച്ചു തരും? പരിശുദ്ധാത്മാവ് ആരെ കാണിച്ചു തരുന്നെങ്കിൽ യേശുവിനെ കാണിച്ചു തരും. പരിശുദ്ധാത്മാവ് എനിക്കുള്ളവരിൽ നിന്ന് എടുത്ത് അവന് നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് യോഹന്നാൻ 16:14 വാക്യത്തിൽ നമുക്കറിയാം. ജോൺ 16:14 പറയുന്നുണ്ട്, ഹി വിൽ ടേക്ക് ഓഫ് മൈൻ ആൻഡ് ഷാൽ ഡിസ്ക്ലോസ് ഇറ്റ് യു എന്ന് പറയുന്നുണ്ട്. അപ്പൊ യേശുവിനെ എനിക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. അപ്പം യേശുവിന്റെ താഴ്മ കർത്താവ് ഓരോ സമയത്തും നമ്മളുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും യേശു കർത്താവായിരുന്നു ഈ സാഹചര്യത്തിലും കർത്താവ് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ഭാര്യയോട്, ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോട്, അപ്പനമ്മമാരോട്, അയൽവക്കത്തുകാരോട്, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരോട്, നമ്മുടെ ബന്ധുമിത്രാദികളോടൊക്കെ ഓരോ സമയത്തും കർത്താവ് എങ്ങനെയായിരിക്കും സമയം ചെലവഴിക്കുക? എന്റെ കർത്താവായിരുന്നു എന്റെ സ്ഥാനത്തെങ്കിൽ കർത്താവ് എങ്ങനെ സമയം ചെലവഴിക്കുക? എങ്ങനെ ആയിരിക്കും? എത്ര സമയം കർത്താവ് മൊബൈൽ നോക്കും? കർത്താവ് എങ്ങനെയായിരിക്കും? ഒരു വിദ്യാർത്ഥിയായിരുന്നു ഈ കർത്താവ് എങ്ങനെയായിരിക്കും പഠിക്കുന്നത്? കർത്താവ് ഒരു ഉദ്യോഗസ്ഥനായിരിക്കും കർത്താവ് എത്രമാത്രം ആത്മാർത്ഥതയോടായിരിക്കും തന്റെ ജോലിയൊക്കെ ചെയ്ത് തീർക്കുന്നത്? അങ്ങനെ കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ കർത്താവിന്റെ താഴ്മ, കർത്താവ് ഓരോ സമയത്തും എങ്ങനെ പെരുമാറി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരാം. അപ്പോ നമ്മളുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ആശ്വാസം, പരിശുദ്ധാത്മാവിന്റെ റെസ്റ്റ് അത് നിറഞ്ഞ്, ആത്മാവിൽ നിന്ന് നിറഞ്ഞത് ദേഹിയിലേക്ക് നിറഞ്ഞു കവിയും. അങ്ങനെ നമ്മളുടെ പ്രാണനുകൾ ഒരു ആശ്വാസം കണ്ടെത്തും. നമ്മുടെ പ്രാണനിലും നമ്മളുടെ ചിന്തകളിലും വികാരങ്ങളിലും തീരുമാനങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ ഒരു റെസ്റ്റ്, ദൈവത്തിന്റെ ഒരു സ്വസ്ഥത ഉണ്ടായിരിക്കും. ആ ഒരു അങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിലാവും. എന്താ മനസ്സിലാവുന്നത്? എന്റെ മുഖം മൃദുവും എന്റെ ചുമടിലേക്കും ആകുന്നു എന്നുള്ളൊരു കാര്യം. കർത്താവിന്റെ മുഖം, കർത്താവിന്റെ ഈ വചനം അത് മൃദുവാണ്. കർത്താവിന്റെ ചുമട്, കർത്താവ് നമ്മളെ കുറിച്ച് പാലിക്കാൻ പറയുന്ന കർത്താവിന്റെ കൽപ്പനകളാകുന്ന ആ ചുമടൊക്കെ വളരെ ലഘുവായിട്ടുള്ള കാര്യമാണ്. കർത്താവിന് അപ്പുറത്ത് നിന്നുകൊണ്ട്, കർത്താവ് മുഖത്തിന്റെ ഇങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് കർത്താവ് തന്നെ ചുമക്കുക. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഭാരം അനുഭവിക്കാതെ വേണം കർത്താവിനെ നമ്മളെ കൊണ്ട് ഞാൻ നിങ്ങളെ എന്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കും. യെഹെസ്കേൽ 36:27 വാക്യത്തിൽ അതാ പറയുന്നത്, ഐ വിൽ കോസ് യു ടു വാക്ക് ഇൻ മൈ സ്റ്റാറ്റ്യൂട്ട്സ്. ഓരോ വചനവും കോപിക്കാതിരിക്കാനും, മോഹിക്കാതിരിക്കാനും, പ്രദൂഷണം പറയാതിരിക്കാനും, ആകുലപ്പെടാതിരിക്കാനും, അസൂയപ്പെടാതിരിക്കാനും, വിധിക്കാതിരിക്കാനും ഒക്കെ കർത്താവ് തന്നെ നമ്മളെ സഹായിക്കും. അവരുടെ ചുമട് വളരെ ലഘുവാണെന്നുള്ള കാര്യം നമുക്ക് പതുക്കെ അധികമായിട്ട് മനസ്സിലാവാൻ തുടങ്ങും. എന്നാൽ നമ്മൾ കർത്താവിനെ പോലെ കർത്താവിനെ പഠിക്കാനായിട്ട് നമ്മൾ ഓടിയെടുത്ത് വരണം. നമ്മൾ അധ്വാനിക്കുന്നവരാണ്, ഭാരം ചുമക്കുന്നവരാണ്. നികളത്തിന്റെ വലിയ അധ്വാനവും ഭാരവും ഒക്കെ കർത്താവെ മുന്നിലുണ്ട്
സ്വയത്തിന് വലിയ അധ്വാനം, നീളത്തിന് വലിയ ഭാരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് ഓടിയെടുത്ത് വരികയാണ്, എന്നെ ആശ്വസിപ്പിക്കണേ എന്ന് നമുക്ക് പറയാം. കർത്താവ് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് അതിന്റെ തൊട്ട് മുമ്പേ പറയുന്നുണ്ട്. 11:25 പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട് അത് ശിശുക്കൾക്കാണ് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം. ഇപ്പം തന്നെ നമ്മള് ക്രിസ്ത്യജീവിതത്തിന്റെ രഹസ്യമാണ് താഴ്മ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഇത് വലിയ രഹസ്യമാണ്. നമുക്കിപ്പോ താഴ്മ രഹസ്യം നമുക്കിപ്പോ അറിയത്തില്ലേ നമ്മൾ വിചാരിക്കുന്ന. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം താഴ്മയുള്ളവരായോ അത്രയധികം നമുക്ക് ഈ രഹസ്യം മനസ്സിലായിട്ടുള്ളൂ. ഇതൊരു രഹസ്യം ദൈവം തന്നെ വെളിപ്പെടുത്താതെ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്താൻ ഒക്കുള്ളൂ. കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നത് തന്നെ ഇച്ഛിക്കുന്നവർക്ക് ആ തന്നെ വെളിപ്പെടുത്തുന്നതിനൊക്കെ അതിന്റെ ആ മത്തായി 11:27 പറയുന്നുണ്ട്. പിതാവിനെ പുത്രൻ ഇച്ഛിക്കുന്നവന് മാത്രം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആ 27ാമത്തെ വാക്യം മത്തായി 11:27 അവസാന പകുതി. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവനും കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് പിതാവിനെ മനസ്സിലാകത്തുള്ളൂ. ആർക്കെ വെളിപ്പെടുത്തി കൊടുക്കത്തുള്ളൂ? ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കത്തുള്ളൂ. അപ്പൊ ശിശു ആണെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ടടുത്ത വാക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് വരിക. നമ്മുടെ ഈ നീളത്തിന്റെ ഭാരമൊക്കെ സംബന്ധിച്ചിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് കർത്താവിൽ നിന്ന് പഠിച്ച്, കർത്താവിൽ നിന്ന് താഴ്മയും കർത്താവിൽ നിന്ന് സൗന്ദര്യവും ഹൃദയത്തിലുള്ള താഴ്മയൊക്കെ പഠിച്ച് ഒരു ശിശുവിനെ പോലെ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ അവിടെ നമുക്ക് ആത്മാവിന്റെ സ്വസ്ഥതയോടെ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ഓരോ സമയത്തും ആ താഴ്മയിൽ തന്നെ നമ്മളെ കീപ്പ് ചെയ്യണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ നിറവില് കർത്താവിന്റെ സ്വസ്ഥതയിലായിരിക്കും കർത്താവ് നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം നികളവാ. ഏറ്റവും വലിയ പ്രധാന ദൂതനെ ലൂസിഫറാക്കി തീർത്തത് എന്താ? നികളവാണ്. അത് യെശയ്യാവ് 14 അധ്യായത്തില്, യെശയ്യാ 28 അധ്യായത്തിലും ഒക്കെ അത് പറയുന്നുണ്ട്. ഞാൻ ആ പ്രശ്നമൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, സമയപ്രഭുവിനെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഹിസ് ഹാർട്ട് വാസ് ലിഫ്റ്റഡ് അപ്പ്, ഹൃദയം നിഗളിച്ചു എന്നൊക്കെയാ പറയുന്നത്. ഐ വിൽ ഞാൻ ചെയ്യും എന്നൊക്കെയാണ് അവൻ യെശയ്യാവ് 14 പറയുന്നത്. അവന്റെ ഹൃദയം നിഗളിച്ചതായിട്ട് എഹെസ്കേൽ 28 വായിക്കുന്നുണ്ട്. അങ്ങനെ അവൻ നിഗളിയായി, അവൻ പിശാചായി മാറിയത്. അവനൊരു ചോയ്സ് ഉണ്ടായിരുന്നു, അവൻ തന്നെ ഉയർത്തി. യേശുവിനൊരു ചോയ്സ് ഉണ്ടായിരുന്നു, യേശു തന്നെ താഴ്ത്തി. അപ്പൊ യേശു തന്നെ താഴ്ത്തി, യേശു പിശാചിനെ ക്രൂസിൽ ജയിച്ചു. ഇന്ന് നമുക്ക് പിശാചിനെ എങ്ങനെ ജയിക്കാൻ സാധിക്കുന്നത്? നമ്മളും നമ്മെ തന്നെ യേശുവിന്റെ പാതയിൽ നമ്മെ തന്നെ താഴ്ത്തുകയാണെങ്കിൽ നമുക്ക് പിശാചിനെ ജയിക്കാൻ സാധിക്കും. ഭൂതാത്മാക്കളുടെ മേലോ അന്ധകാര ശക്തികൾക്ക് മീതെ ശക്തിയോടെ ഭൂതത്തെ പുറത്താക്കാനാണോ, അല്ലെങ്കിൽ അന്ധകാര ശക്തികളെ പ്രാർത്ഥനയില് ഒരു ഹൃദയത്തോടെ സൗരങ്ങളോടൊപ്പം ബന്ധിക്കാനാണോ? അതിനെല്ലാം പിശാചിന്റെ മേലെ ശക്തിയുള്ളവരായിട്ട്, അധികാരമുള്ളവരായിരിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് എല്ലാത്തിനും തടസ്സം നികളവാണ്. നമ്മള് അവസാനത്തെ നാളിൽ നമ്മൾ മനസ്സിലാക്കും ദൈവം എന്തിനെയാ ന്യായം വിധിക്കുന്നതെന്ന് വെച്ചാൽ നികളത്തെയാ ന്യായം വിധിക്കുന്നത്. എന്തുകൊണ്ടാ പലർക്കും ഇന്ന് യേശു കർത്താവാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത, യേശുവാണ് സത്യദൈവം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരേ ഒരു കാരണം നിങ്ങളാണ്. യെശയ്യാവ് 2 അധ്യായം വായിച്ചാല് God will judge the pride of them എന്നാ വായിക്കുന്നത്. അവരുടെ ഒരു നികളത്തെ കർത്താവ് ന്യായം വിധിക്കുന്ന കാര്യമാണ് വായിക്കുന്നത്. ഇന്ന് യേശുവാണ് സത്യദൈവം മനസ്സിലാക്കാൻ സാധിക്കാത്ത നികളം കൊണ്ടാ യേശു സത്യദൈവം മനസ്സിലാക്കിയതിനു ശേഷവും വേണ്ടവണ്ണം ക്രിസ്ത്യ ജീവിതം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കാത്തതും നമ്മളിലുള്ള നികളം കൊണ്ടാണ്. അപ്പൊ അതൊരു പിശാചിന്റെ കൊടും വിഷമാണ് എന്റെ ജഡത്തിലുള്ളതെന്ന് മനസ്സിലാക്കി ആ ജഡത്തെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കാനും കർത്താവിൽ നിന്ന് താഴ്മ പിടിപ്പാനും കർത്താവിന്റെ വചനമാവിൽ മുഖമെടുത്ത് നമ്മുടെ സ്വയത്തിന് മരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവിന്റെ താഴ്മയെ കണ്ട് സൗമ്യതയെ അനുകരിച്ചുകൊണ്ട് സൗമ്യതയിൽ പങ്കാളികളായിക്കൊണ്ട് കർത്താവിന്റെ കൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് മിക്കവർക്കും അറിയാവുന്ന പാട്ട്, കർത്താവ് താഴ്മയുള്ളവരെ രൂപപ്പെടുത്തും എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ താഴോട്ട് പാടുന്നത്. രൂപാന്തരം അവരിൽ നടക്കും. ദൈവത്തിന് മുമ്പാകെ സൗരങ്ങളിൽ നിന്നെല്ലാം കേട്ടത് എത്ര ഹൃദ്യമായിട്ട് സൗരങ്ങളെല്ലാം ഷെയർ ചെയ്യൂ ഒക്കെ ചെയ്തു. നമുക്ക് കർത്താവ് നമ്മളെ അത്രയധികം ഉണർത്തി നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള ഏറ്റവും ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ ഒരു ആവശ്യകതയാണ്. നമുക്ക് ശരിയാണ്, ദൈവം നമ്മളെ ഒരുപാട് അക്കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ എത്രയധികം യേശുവിൽ നിന്ന് ഞാൻ താഴ്മ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ കർത്താവിലേക്ക് എന്നെ നോക്കി, കർത്താവേ ഞാൻ എത്ര നിഗളിയാണ്, എൻ്റെ ആ ജഡം
അത് അത് തന്നെ അതാണ് ആ നിഗളം. കർത്താവെ, ആ ജഡത്തെ എപ്പോഴും എപ്പോഴും ക്രൂശിൽ തന്നെ വെക്കാൻ തക്കവണ്ണം, ആ നുഖത്തിന്റെ കീഴിലേക്ക് വന്ന് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം, ആ നുഖത്തിന്റെ കീഴിലേക്ക് വന്ന് മരിച്ച് അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, ആത്മാവിന്റെ തലത്തിലേക്ക് വന്ന് സ്വസ്ഥതയോടെ കർത്താവിൻ്റെ കൂടെ വസിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. താഴ്മയിൽ വസിപ്പാൻ ഇതിനെ സഹായിക്കുക, നമ്മെ തന്നെ താഴ്ത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ചു ദൈവവചനത്തിന് മുമ്പാകെ എന്ന കർത്താവ് ഈ താഴ്മയിൽ തന്നെ വസിക്കാനായിട്ട്, ഈ താഴ്മയിൽ തന്നെ ജീവിക്കാനായിട്ട്, അതിൻ്റെ നിമിഷവും ഈ താഴ്മയിൽ തന്നെ ജീവിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ. നീ നയിക്കുന്നവർ കൂടെ വസിപ്പാൻ, തേജസ്സിൽ നിന്നും വളരുവാനായിട്ട് എന്നെ സഹായിക്കണമേ. താഴ്മയുള്ളവർക്ക് പാപത്തിന് മേൽ ജയമുണ്ട്. അതുകൊണ്ട് താഴ്മയുള്ളവർക്ക് കൃപയുള്ള, കൃപയ്ക്ക് അധീനനായിട്ടുള്ളവർക്ക് പാപത്തിന് മേൽ ജയമുള്ളതെന്ന് നമ്മൾ റോമർ 6:14 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അത് ഒരു വരികളും അർത്ഥമാക്കിക്കൊണ്ട് ഒരു പ്രാർത്ഥനയായിട്ട് യേശുക്കർത്താവ് നമ്മളുടെ മധ്യത്തിലുണ്ട്. കർത്താവിനെ നോക്കി, കർത്താവെ, യഥാർത്ഥത്തിൽ തന്നെ താഴ്മയിൽ വസിക്കാൻ സഹായിക്കണമേ. യജമാനൻ ആകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ദാസനാകട്ടെ എന്നൊക്കെ നമ്മൾ കേട്ടു. ആ ഒരു ദാസനായിട്ട്, അടിമദാസനായിട്ട്, ഒരു പൂജ്യമായിട്ട് യേശുവിനെ പോലെ തീരുവാനെ സഹായിക്കണമേ. അവിടെ തന്നെ ആ വട്ടപൂജ്യമായി തന്നെ വസിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ട് നമുക്ക് പാടാം. സ്നേഹം നിറഞ്ഞ കൃപയിൻ ദൈവമേ, താഴ്മയിൽ വസിപ്പാൻ സഹായിക്കാം. നീ നയിക്കുന്നു കൂടെ ഞാൻ വസിപ്പാൻ, തേജസ്സിലും വളരാൻ. ഈ പ്രത്യാശയ്ക്കായി സ്തുതി. താഴ്മയുള്ളോർക്കുണ്ട് പാപത്തിന്മേൽ ജയം. ഈ കൂട്ടത്തിൽ ഞാനാകട്ടെ, നിൻ കൃപ മതി എനിക്ക്. നിരൂപപ്പെടുത്തും താഴ്മയുള്ളോരേ, രൂപാന്തരം അവരിൽ നടക്കും. അവർക്കു മാത്രം മാനപാത്രമാകാം. കൃപയിൻ ദൈവത്തെ കാണാം. ഈ പ്രത്യാശയ്ക്കായി സ്തുതി. താഴ്മയുള്ളോർക്കുണ്ട് പാപത്തിന്മേൽ ജയം. ഈ കൂട്ടത്തിൽ ഞാനാകട്ടെ, നിൻ കൃപ മതി എനിക്ക്. നിൻ വചനം എല്ലാം എൻ ജീവനാകാൻ, ശക്തി നീ നൽകുന്നു ധാരാളമായി. എന്നിൽ നിൻ കൃപ വ്യർത്ഥമായിടല്ലേ, നിൻ സ്നേഹമിന്നിൽ കാണട്ടെ. ഈ പ്രത്യാശയ്ക്കായി സ്തുതി. താഴ്മയുള്ളോർക്കുണ്ട് പാപത്തിന്മേൽ ജയം. ഈ കൂട്ടത്തിൽ ഞാനാകട്ടെ, നിൻ കൃപ മതി എനിക്ക്. മോദത്താൽ താഴ്മയിൽ ഞാൻ നടക്കട്ടെ, താഴ്മയുള്ളോരെ ഉയർത്തും നിൻ വാക്ക്. താഴ്മയിൽ ഞാൻ വസിക്കട്ടെ. ഈ പ്രത്യാശയ്ക്കായി
കൊണ്ട് പാപത്തിന്മേൽ ജയം. ഈ കൂട്ടത്തിൽ ഞാനാകട്ടെ, നിൻ കൃപ മതി എനിക്ക്. കർത്താവിൻ്റെ കൃപ എനിക്ക് മതി. അതിനായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് കൂടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ ബലവാനാന്ന് കാട്ടുവാനായിട്ട്, തൻ്റെ തങ്കലേക്ക് ആഗ്രഹിതന്മാരായിരിക്കുന്നവർക്ക് തന്നെ ബലവാനായിട്ട് കാട്ടുവാനായിട്ട് പരിശുദ്ധാത്മാവ് കൂടാടി സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മെ തന്നെ ആ താഴ്മയിലേക്ക് പൂജ്യമാകുവാനായിട്ട്, ആ സ്വയജീവന മരണത്തിലേക്ക്, ആ ജഡത്തെ സമ്പൂർണമായിട്ടും ക്രൂശിനെ ഏൽപ്പിക്കുവാനുള്ള അതിലേക്കാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവത പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ആ പ്രേരണയ്ക്ക് ഒത്തവണ്ണം കർത്താവേ, ഞാൻ ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് അതിന് കീഴ്പ്പെട്ട് അവിടുത്തെ മുഖത്തിന് അങ്ങ് കീഴ്പ്പെടുവാനും, അവിടുത്തെ വചനത്തിന് ജ്വാലയുള്ള ആ വാളിന് കീഴ്പ്പെടുവാനും, അങ്ങനെ കർത്താവേ എപ്പോഴും ആ യേശുവിന്റെ മരണം എൻ്റെ മർത്തശരീരത്തിൽ വഹിച്ചുകൊണ്ട് കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ജീവന നിറവ് അനുഭവിക്കുവാന് എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് യേശുവിനെ കാണിച്ചു തരാം. Your eyes will see your teacher. നിന്റെ ഉപദേഷ്ടാവിനെ നീ കാണും എന്ന യെശയ്യാവ് 30-ാം അധ്യായത്തില് അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നിന്റെ ഉപദേഷ്ടാവിനെ മറഞ്ഞിരിക്കുകയില്ല, നീ നിന്റെ ഉപദേഷ്ടാവിനെ കാണും. പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും. ഇതാകുന്ന വഴി, ഇതിലെ നടക്കുക എന്ന് പുറകിൽ നിന്നായിരുന്നപ്പോഴേ മുതൽ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നും പുതിയ ഉടമ്പടിയില് നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, ഇതാകുന്ന വഴി, ഇതാണ് ക്രൂശിന്റെ വഴി, ഇതാണ് താഴ്മയുടെ വഴി, ഇതാണ് നുറുക്കത്തിന്റെ വഴി എന്ന് പരിശുദ്ധാത്മാവ് യേശുവിനെ കാണിച്ചു തന്ന് നമ്മുടെ ഉള്ളത്തിൽ ശബ്ദിക്കും. യേശു പോയ അതേ വഴിയിൽ തന്നെ പോകുവാന് ഒരു സമയത്ത് എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എത്ര വളരെ ഈസിയായിട്ട്, എത്ര ലഘുവായിട്ട് നമ്മൾ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ളവരാണ്. എത്ര ലളിതമായിട്ട് നമ്മളെ വീണ്ടും, എത്ര എളുപ്പത്തിൽ നമ്മൾ വീണ്ടും നിഗളികളായി പോകാൻ, വീണ്ടും നമ്മളുടെ ജഡത്തിൽ തന്നെ ആശ്രയത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു വഞ്ചനയുള്ളൊരു ജഡമാണ്. കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് നിലവിളിക്കാം. ആത്മാവൃതാഗ്രത്തോടെ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തില് അങ്ങേക്ക് കർത്താവേ, അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും എല്ലാം തടസ്സമായിട്ട് നിൽക്കുന്ന എൻ്റെ ഈ ജഡമാകുന്ന ഈ നികളമാണല്ലോ കർത്താവേ, ഈ തിരശ്ശീലയാണല്ലോ. അതിനെ ഉടൻ തരുന്ന വെളിച്ചത്തോളം സമ്പൂർണ്ണമായിട്ടും കർത്താവേ ചീന്തുവാൻ തക്കവണ്ണം, ഒരു സ്ഥിരമായിട്ട് തീവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇപ്പോഴോട്ടും ഭാഗ്യ ഒരു പൂജ്യമായിട്ടായിരിക്കാൻ, അടിമദാസനെന്ന ഒരു പൂജ്യമായിട്ടായിരിക്കാൻ, ഒരു അടിമവേഷം ധരിക്കുന്നവരായി കർത്താവേ എന്നെ സഹായിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആ താഴ്മ കർത്താവേ അങ്ങിൽ നിന്ന് പഠിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ആ ഒരു സ്വസ്ഥതയുടെ പൂർണ്ണതയിലായിരിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ സൗമ്യതയും കർത്താവേ അതെ പറഞ്ഞു കവിഞ്ഞൊഴുകി വരുമല്ലോ. പിതാവേ, ഞങ്ങൾ ഒത്തിരി സഹായിക്കണം. യേശുവേ, ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങള് അറിവില്ലാത്തവരാണ്, താഴ്മയുടെ ABCD അറിയാത്തവരാണ്. കർത്താവേ ഞങ്ങളെ താഴ്മ എന്താണെന്ന് അങ്ങ് പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ സൗമ്യതയോടെ, ആത്മാവിന്റെ കാർക്കശ്യത്തോടെ എല്ലാം യേശുവിനെ പോലെ കർത്താവേ ജീവിക്കുവാനും പെരുമാറുവാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും പെരുമാറുവാനും പ്രവർത്തിക്കാനും ഒക്കെ ഞങ്ങളെ സഹായിക്കുന്നു. അതെ കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. എല്ലാ മാനത്തിനും താഴ്മ മുന്നോടിയാകുന്നവരോ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ മാനിക്കുന്നതിന് കർത്താവേ, ഞങ്ങള് താഴ്മയുള്ളവരാകുമ്പോൾ അവിടുന്ന് ഞങ്ങളെ മാനിക്കുമല്ലോ. അതെ കർത്താവേ, എല്ലാ ആത്മീയധനവും എല്ലാ ദൈവത്തിൽ നിന്നുള്ള മാനവും അതിന് എല്ലാം കർത്താവേ താഴ്മയുടെ പ്രതിഫലമായിട്ട് അവിടെ നിന്ന് തരുമല്ലോ. ഞങ്ങളെ സഹായിച്ചാട്ടെ കർത്താവേ. താഴ്മയില്ലെങ്കിൽ നിങ്ങളും കർത്താവേ അത് വീഴ്ചയിലേക്ക് ചെന്ന് വീഴ്ത്തുമല്ലോ.
Try കർത്താവെ, our humility is the disappearance of self in the vision of God is everything. ഇവയെല്ലാം എന്ന് കണ്ട് കർത്താവ് എല്ലാം എന്ന് കണ്ട് കർത്താവെ, ഞങ്ങളുടെ സ്വയം അതങ്ങ് മങ്ങി മറഞ്ഞു പോകട്ടെ കർത്താവ്. യേശുവിന്റെ ആ തേജസ്സിനെ കണ്ട് പത്മോസ് ദ്വീപിലെ യോഹന്നാൻ അപ്പോസ്തലന് അവനങ്ങ് മരിച്ചവനായിട്ട് കർത്താവിന്റെ കാര്യത്തിൽ വീണതുപോലെ അവിടുന്ന് എല്ലാമായിട്ട് നിറയുന്നത് കണ്ട് കർത്താവ് എപ്പോഴും അവിടുത്തെ മുമ്പാകെ സാഷ്ടാംഗം വീണ് പ്രണമിച്ചുകൊണ്ടേയിരിക്കാൻ. അത് കർത്താവെ, നിൽക്കുന്നു എന്ന് തോന്നിയാലോ ഇരുന്നാലോ ഒക്കെ ഞങ്ങൾ വീണു പോകും. ഞങ്ങളെ അവിടുത്തെ മുമ്പാകെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കർത്താവെ വണങ്ങിക്കൊണ്ട് തന്നെ ആയിരിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ മുഖം പൊടിയിലാഴ്ത്തുവാൻ, അത് തല ഉയർത്താതിരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ, സഹായിക്കണം. നന്ദി കർത്താവെ, തന്നെ അവിടെ ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ പോലായി തീരുവാന്. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തില് ഇതുവരെയില്ലാത്ത വലിയ സ്വാതന്ത്ര്യത്തിലേക്കും വലിയ വിടുതലിലേക്കും ഒക്കെ ഞങ്ങൾ വരും. അവിടെ ഞങ്ങളെ സഹായിക്കും. പോലെ അങ്ങനെ താഴ്മ പഠിച്ച് കർത്താവെ, ഞങ്ങളെ കൃപയുടെ ജീവന്റെ സമൃദ്ധിയിലേക്ക് വരും. ഞങ്ങൾ ഏറ്റുപറയുന്നു. നന്ദി കർത്താവെ. പ്രാർത്ഥനയുടെ നീ ഉപസ്ഥിതിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും എസ്പെഷ്യലി അവിടെ സഹായിക്കും. അതെ കർത്താവെ, വലിയ കാര്യങ്ങൾ ചെയ്യും. സഭയെ പണിയും പാതാള ഗോപുരങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സഭയെ കർത്താവ് അവിടുത്തെ പണിയും. അതെ കർത്താവ്, അവിടുത്തെ പുരുനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാ കർത്താവിന്റെ വിലയേറെ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.